അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. അപ്പോഴേ നമുക്കിന്ന് ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, ഗ്രാഫ് അൽഗോരിതം എന്ന് പറഞ്ഞ്. അത് നമുക്കൊന്ന് അവസാനം നോക്കാം. ടോട്ടൽ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് അൽഗോരിതത്തിനെ പറ്റിയുള്ള ഡെഫിനിഷൻ, പിന്നെ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ്, പിന്നെ കോംപ്ലക്സിറ്റി, നമ്പർ ഓഫ് സ്റ്റെപ്സ്, കോസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ കണ്ടു. അപ്പൊ കോംപ്ലക്സിറ്റി പലതുണ്ടെന്ന് കണ്ടു, ബിഗ് ഒ നൊട്ടേഷൻ കണ്ടു, തീറ്റ നൊട്ടേഷൻ കണ്ടു, ഒമേഗ ഗാമ നൊട്ടേഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്കതില്ല. പിന്നെ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് മനസ്സിലായി. എക്സ്പൊണൻഷ്യല്, പോളിനോമിയല്, ഇങ്ങനത്തെ കോംപ്ലക്സിറ്റീസിനെ പറ്റി ഒരു ഐഡിയ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഗോട്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തു, വലിയൊരു ഇത് കിട്ടുമ്പോഴത്തേന് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഈ അപ്ലൈഡ് ദി അൽഗോരിതം ഇൻ എ റെക്കസീവ് ഫാഷൻ. അതായത് റെക്കസീവ് ആയിട്ട് അൽഗോരിതത്തെ ചെയ്തിട്ട് ഗ്രാൻഡ് ടോട്ടൽ സൊല്യൂഷൻ ഒടുവിൽ കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി ഉണ്ട്. ഡിവൈഡ് ആൻഡ് കോൺകറിൽ വരുന്ന മെത്തേഡാണ് മാക്സിമം, മിനിമം, ബൈനറി സെർച്ച്, ഇങ്ങനെ കുറെ മെത്തേഡ്സ് ഡിവൈഡ് ആൻഡ് കോൺകറിൽ വരുന്നുണ്ട്. പിന്നെയുള്ളതാണ് ഗ്രീഡി എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ രണ്ട് വിധത്തിൽ, ഒന്ന് അതിന്റെ ഒരു ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു സബ്സെറ്റ് കണ്ടുപിടിക്കുക, ഫ്രാക്ഷണൽ ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കുക. 3D മെത്തേഡിലുള്ളതാണ് 0-1 നാപ്സാക്കും ഫ്രാക്ഷണൽ നാപ്സാക്കും. അപ്പം രണ്ട് പാരഡൈം പറയുന്നുണ്ട്, സബ്സെറ്റ് പാരഡൈമും ഓർഡറിങ് പാരഡൈം. പിന്നെ വേറൊന്ന് അതിനകത്ത് തന്നെയുള്ളതാണ് ടൈമിന്റെ ഡെഡ് ലൈൻ വെച്ചിട്ട്, ആ ഡെഡ് ലൈൻ വെച്ച് നമ്മൾ എങ്ങനെ ജോബ്സിനെ അസൈൻ ചെയ്യും. അപ്പം ഗ്രീഡി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഡയനാമിക് അൽഗോരിതത്തിൽ നമ്മൾ കണ്ടുപിടിച്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയനാമിക്കില് റെക്കസീവ് ആയിട്ടല്ല, ടാബുലേറ്റ് ചെയ്ത് ഒരു ടേബിൾ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഡയനാമിക്. അതിൽ രണ്ടെണ്ണം കണ്ടു. ഒന്ന് ഓപ്റ്റിമം ബൈനറി സെർച്ച് ട്രീ ഉണ്ട്, ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് ഉണ്ട്. അത് രണ്ടെണ്ണം കണ്ട്, രണ്ടും ഒന്നുകൂടെ നോക്കാം. പിന്നെ വന്നതാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങും, അങ്ങനെ കഴിഞ്ഞു. പിന്നെ ബാക്ക് ട്രാക്കിങ്ങും ബ്രാഞ്ച് ആൻഡ് ബൗണ്ടും കണ്ടു. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതെടുത്തിട്ട് ഒരു കണ്ടീഷൻ വെച്ച്, ഒരു സ്പേസ് ട്രീ വരച്ചിട്ട് ഒരു കണ്ടീഷൻ വെച്ച് ആ കണ്ടീഷന്റെ പുറത്തതിനെ ബാക്ക് ട്രാക്ക് ചെയ്ത് സൊല്യൂഷൻ സെറ്റിനെ മിനിമം ആക്കി. പിന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ബാക്ക് ട്രാക്കിങ്ങിന്റെ തന്നെ കൂടുതൽ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അവിടെ നമ്മൾ ഇന്നലെ കണ്ടു മോർ ദാൻ വൺ റിസൾട്ട് വരുന്ന ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഒക്കെ ചെയ്യുന്ന കാര്യം കണ്ടു. പിന്നെ വരുന്നതാണ് NP ഹാർഡ് ആൻഡ് കംപ്ലീറ്റ് എന്ന്. NP ഹാർഡ് പോളിനോമിയലും എക്സ്പോണൻഷ്യലുമായിട്ട് രണ്ട് സെറ്റായിട്ട് തിരിയുന്നു. ഈ രണ്ട് സെറ്റായിട്ടുള്ളത് ഇന്ന് വരെ ഒരു സെറ്റിനെ വേറെ സെറ്റിനെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയുള്ള കുറെ തിയററ്റിക്കൽ ഡിസ്കഷൻസ് ആണ് അതിനകത്ത്. പിന്നെ ടെക്സ്റ്റ് സെർച്ചിങ് എന്ന് പറയും. ടെക്സ്റ്റ് സെർച്ച് ചെയ്യാറുണ്ട്. ടെക്സ്റ്റ് നമ്മൾ കോഡ് കൊടുത്തു, അത് ഹാഷ് ഫംഗ്ഷൻ കൊടുത്തു, അതിന് പവർഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തു, അതല്ലാതെ പോയിന്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ ഉണ്ട്. അപ്പം ഇത് ഞാൻ സമ്മറൈസ് ചെയ്താണ്. ഇതെല്ലാം നമുക്കൊന്നും നോക്കണം. പിന്നെ നമുക്ക് ഗ്രാഫ് അൽഗോരിതംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് അൽഗോരിതത്തിന്റെ ഒന്ന് രണ്ട് ചെറിയ പോർഷൻ ഉണ്ട്. ആ പോർഷൻ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആദ്യം ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇവിടെ ഇപ്പം ഗ്രാഫ് അൽഗോരിതം ആദ്യം ജനറിക് MST എന്ന് പറഞ്ഞ് വെറുതെ ഒരു മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ഉണ്ടാക്കുന്ന ഒരു റഫായിട്ട് ഒരെണ്ണം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രസ്കലും മറ്റേ പ്രിൻസ് അൽഗോരിതം വെച്ചുള്ളത് കാണുന്നുണ്ട്. ക്രസ്കൽ വരുമ്പോഴത്തേന് മിനിമം കോസ്റ്റ് ആയിട്ടുള്ള എഡ്ജസിനെ ഓർഡർ ചെയ്യും. പ്രിൻസിൽ നമ്മൾ ഒരു ആർബിട്രറി ഒരു വെർട്ടെക്സ് എടുത്തിട്ട് ആ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ ബെൽഫോർഡ് അൽഗോരിതം ഉണ്ട്. അതുപോലെ തന്നെ ഈ ബെൽഫോർഡ് അൽഗോരിതവും ഡിക്സ്ട്രാസ് അൽഗോരിതവും. ബെൽഫോർഡ് അൽഗോരിതത്തിൽ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്.
ബി ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമുല. അതിനെപ്പറ്റി ഒരു ഐഡിയ പറയാം. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഡിക്സ്ട്രാസ്, ആ രണ്ടെണ്ണത്തിന്റെ ഒരു ഐഡിയ. ഇതിപ്പം ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് ചോദിക്കാം. ഞാൻ ഇതും കൂടെ ഇന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജനറിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണ്. സ്പാനിങ് ട്രീയിൽ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെർട്ടീസസും ഉണ്ട്. പിന്നെ അത് മിനിമം കോസ്റ്റ് വരത്തക്ക വിധം ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സ്പാനിങ് ട്രീയുടെ കാര്യത്തിൽ അതിലെ നമ്പർ ഓഫ് എഡ്ജസ് നമ്മുടെ നമ്പർ ഓഫ് വെർട്ടീസസിനേക്കാൾ ഒന്ന് കുറവായിരിക്കും. n വെർട്ടീസസ് ആണ് നമുക്കുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സ്പാനിങ് ട്രീ വരുമ്പോൾ n-1 എഡ്ജസ് ആയിരിക്കും സ്പാനിങ് ട്രീയിൽ ഉണ്ടാവുക. നോക്കാം, ആദ്യം റഫായിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇതിപ്പം. ഇതിന്റെ റഫായിട്ട് ഒരെണ്ണം വരച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ അത്ര കെയർ ചെയ്യേണ്ട, എങ്കിലും ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. എ ബി ഇങ്ങനെ ഒരു മിനിമം ഇത് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ഇത് വന്നു. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക്, പിന്നെ ബിയിൽ നിന്ന് ഡിയിലേക്ക്. ഇവിടെ ശ്രദ്ധിക്കുക, ഡിയിൽ നിന്ന് എച്ചിലേക്കാണ് പോവുക, ഡിയിൽ നിന്ന് ജിയിലേക്കല്ല. ഇങ്ങനെ ഒരു റഫായിട്ട് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും സ്പാനിങ് ട്രീ എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് എച്ച്, എഫ്, സി, പിന്നെ ഇ, പിന്നെ അത് കഴിഞ്ഞ് ഇത് പുറത്തായിട്ട് നിൽക്കുമ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്പാനിങ് ട്രീ വരച്ചിരിക്കുകയാണ്. ഇത് ഇനി എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പാസിന്റെ എണ്ണമാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക്, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, വാട്ടർ സപ്ലൈ നെറ്റ്വർക്ക്, ഇലക്ട്രിക്കൽ ഗ്രിഡ്സ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ യൂസ് ചെയ്യാറ്. അതായത് മിനിമം കോസ്റ്റിൽ സ്പാനിങ് ട്രീ, ഇപ്പൊ നമ്മൾ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞതുപോലെ അതിന്റെ ഒരു വേറൊരു ഫോമാണ്. ഇപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ജനറൽ കെമിസ്ട്രി സിമ്പിൾ. എ എന്ന് പറഞ്ഞിട്ടുണ്ട്, വൈൽ എ ഈസ് നോട്ട് എ സ്പാനിങ് ട്രീ ടു ഫൈൻഡ് ആൻ എഡ്ജ് യു വി ദാറ്റ് ഈസ് എ സേഫ് പെർ സെറ്റ് എയിലേക്ക് യു വി ആഡ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യും. വെറും ജനറിക് സിമ്പിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം ഇവിടെ പറഞ്ഞിരിക്കുക. ഇനി ക്രസ്കൽ, ഇതാണ് ലീസ്റ്റ് വെയിറ്റഡ് എഡ്ജസ് ആണ്. അതിനകത്ത് സൈക്കിൾസ് ഇല്ല, എഡ്ജസ് മസ്റ്റ് ബി ലെസ് ദാൻ 1, അതായത് നമ്പർ ഓഫ് വെർട്ടീസസിനേക്കാളും ഒന്ന് കുറവായിരിക്കണം എഡ്ജസ്. നോക്കാം ക്രസ്കൽ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഗ്രാഫ് ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മിനിമം ആയിട്ടുള്ള 1-6 എടുത്തു, പിന്നെ മിനിമം ആയിട്ടുള്ള 3-4 എടുത്തു, 8-11, പിന്നെ 2-7 13 എടുത്തു, 2-3 15 എടുത്തു, 4-5 20 എടുത്തു, 5-6 24. അപ്പൊ ഇത്രയും മിനിമം ഇത് ആ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇപ്പൊ ഒരുവിധം എല്ലാ വെർട്ടീസസും വന്നു. അപ്പൊ നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെർട്ടീസസിന്റെ എണ്ണത്തിനേക്കാളും ഒരെണ്ണം കുറവായിരിക്കണം. 7 വെർട്ടീസസ് ആണ് ഈ ക്ലസ്റ്ററിലുള്ളത്. ഇനി ഈ മിനിമത്തിനെ ഇതിന്റെ ഓർഡറിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉണ്ടോ? അപ്പം 1-6 എടുത്തതിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 1-6 റഫായിട്ടൊന്ന് കാണിച്ചാൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ കൂടുതൽ വരും. 1-6 എടുത്തു, 3-4 എടുത്തു, ഇത് 2-7 എടുത്തു, അങ്ങനെ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞ് ഇതിനെ നമ്മൾ ഇത് ചെയ്തിരിക്കുക. 1-6 എടുത്തു, ഓക്കെ, 1-6 എടുത്തു, 3-4 എടുത്തു, 3-4 എടുത്തു, 2-7 എടുത്തു, 2-7 എടുത്തു, 2-3 എടുത്തു, 2-3 എടുത്തു, 4-5 എടുത്തു, 4-5 എടുത്തു, പിന്നെ 5-6 ഇപ്പൊ ഇത് നമ്മുടെ മിനിമം കോസ്റ്റ് വന്നിട്ടുള്ള, അതായത് ആ ഓർഡറിൽ നമ്മൾ എടുക്കുക. 1-6 ആണ് ഏറ്റവും ചെറുത്, പിന്നെ 3-4 ആണ്, പിന്നെ 2-7 ആണ്, പിന്നെ 2-3 ആണ്, പിന്നെ 4-5 ആണ്, പിന്നെ 5-6 ആണ്. ഇതുണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്പർ എല്ലാ വെർട്ടീസസിലും കൂടെ എല്ലാ വെർട്ടീസസിനെയും ഇത് ചെയ്യണം, കണ്ടെയ്ൻ ചെയ്യണം. ഇങ്ങനെയൊരു ഇത് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്രസ്കലിൽ എപ്പോഴും മിനിമം, അതായത് എഡ്ജ് ബേസ്ഡ് ആണെന്ന് വിചാരിക്കുക. ക്രസ്കൽ അതിന്റെ കോംപ്ലക്സിറ്റി പറയുന്നത് ബിഗ് ഓഫ് ഇ ലോഗ് വി എന്നാണ്. ഈ നമ്പർ ഓഫ് എഡ്ജസും വി നമ്പർ ഓഫ് വെർട്ടീസസും, ഈ നമ്പർ ഓഫ് എഡ്ജസും വി നമ്പർ ഓഫ് വെർട്ടീസസും.
ഇത് ഇനി ഇച്ചിടെ വലിയൊരു നോക്കുകയാണ്. നോക്കുക, കണ്ടോ, AC മിനിമം, AB അത് കഴിഞ്ഞ് വരും, പിന്നെ DG, ഇത് 2 ഇതിന്റെ വെയിറ്റ്, DG, പിന്നെ BE 3, പിന്നെ BD 4, CF 6. അതായത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഇനി അതിനെയെല്ലാം കണക്ട് ചെയ്യുക. AC കണക്ട് ചെയ്തു, പിന്നെ BG കണക്ട് ചെയ്തു, AC കണക്ട് ചെയ്തു, AB കണക്ട് ചെയ്തു, DG കണക്ട് ചെയ്തു, പിന്നെ BE കണക്ട് ചെയ്തു, BD കണക്ട് ചെയ്തു, CF. ഇപ്പൊ നമുക്ക് ഇനി നോക്കി 1 2 3 4 5 6 6 എഡ്ജസ് ഉണ്ട്. 1 2 3 4 5 6 7 വെർട്ടീസസ്. Start from an arbitrary vertex, choose the next vertex when it is not yet included in solution and descend from a cycle. Cycle ഉണ്ടാവാൻ പാടില്ല. അടുത്തത് ഇപ്പൊ മുമ്പേ കണ്ടത് നമ്മൾ എഡ്ജ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇനി പ്രിൻസ് അൽഗോരിതത്തിൽ ഇതിനേക്കാൾ സിമ്പിൾ ആണ്. നമ്മൾ ഒരു വെർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യും. ആ വെർട്ടെക്സിൽ നിന്ന് ചെറുത് നോക്കി മുമ്പോട്ട് പോകും. നോക്കാം, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 6 വന്നു, 6 നിന്ന് 5 വന്നു, 5 നിന്ന് 7 4 പോയി. ഇതാണ് കുറവ്. 4 നിന്ന് 3, 3 നിന്ന് 2, അല്ലെ, 2 നിന്ന് 7. ഇപ്പൊ എല്ലാ വെർട്ടിസസും വന്നു ഇതിനെ കണക്ട്. ഇതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, പ്രിംസിലെ വെർട്ടിസസ് വെച്ചിട്ടും പിന്നെ മറ്റേതില് ട്രസ്കലിലെ എഡ്ജസ് വെച്ചിട്ടും ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എക്സാമിന് വരച്ച് കാണിച്ചാൽ മതി. പ്രിംസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് E പ്ലസ് ലോഗ് V ആണ്. ഈ നമ്പർ ഓഫ് എഡ്ജസും ഈ നമ്പർ ഓഫ് വെർട്ടിസസും. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ, അതായത് ഷോർട്ടസ്റ്റ്, ഇനി അടുത്തത് സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്താണ്, ബെൽമാൻ ഫോർഡ് എന്ന് പറയും. ഇവിടെ ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ഫൈൻഡ് നെഗറ്റീവ് സൈക്കിൾ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, നെഗറ്റീവ് സൈക്കിൾ ഇത് വർക്ക് ചെയ്യും ബെൽമാൻ ഫോർഡ്. കുറെ ഐട്രേഷൻ കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് ഇത് ചേഞ്ച് ചെയ്യാതിരിക്കണമെന്നൊരു റൂളുണ്ട്. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്താണ് അത് നിർത്തേണ്ടത്. പക്ഷെ നെഗറ്റീവ് സൈക്കിൾ വരുന്ന സാഹചര്യത്തില് ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് 5 വെർട്ടിസസ് ഉണ്ടെങ്കിൽ, n വെർട്ടിസസ് ഉണ്ടെങ്കിൽ n-1 ഐട്രേഷൻ കഴിയുമ്പോൾ ഫിക്സ് ചെയ്ത വാല്യൂസ് കിട്ടും. പക്ഷെ ബെൽഫോർഡ് ഇത് നെഗറ്റീവ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഐട്രേഷൻ കഴിയുമ്പോൾ ഫിക്സ് ചെയ്ത വാല്യൂസ് കിട്ടുകയില്ല. അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു മെത്തേഡ് പറയാം. മറ്റേത് 2 സിമ്പിൾ ആയിരുന്നു. സെലക്ട് സോഴ്സ്, എന്നിട്ട് സോഴ്സ് വെർട്ടെക്സിന് 0 എന്ന് കൊടുക്കുക, എല്ലാ മറ്റു വെർട്ടിസസിനും ഇൻഫിനിറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യുക. dV = du + CuV. du എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് uv എന്ന് പറഞ്ഞ ഉണ്ടെങ്കിൽ വിയുടെ ഡിസ്റ്റൻസ് യുവിന്റെ ഡിസ്റ്റൻസും യുവിക്ക് ഇടയ്ക്കുള്ള കോസ്റ്റും, ആ uv എന്ന് പറയുന്ന ആ ലൈനെ കൊടുക്കുന്ന വാല്യൂമായിരിക്കും. റിലാക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നുകൂടെ ചെയ്യുന്നു. n-1 ടൈംസിൽ ഓരോ ഈ എല്ലാ എഡ്ജസിനും ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതെങ്ങനെ ചെയ്യും ഞാൻ അതിന്റെ ഐഡിയ മാത്രം പറയാം, നമുക്കത് മുഴുവൻ ചെയ്ത് കാണിക്കാൻ ഇവിടെ. ഇതാണ് ബെൽഫോർഡ് അൽഗോരിതം. ഇത് ചെയ്യുക, I = 1 to GB - 1. അതായത് വെർട്ടിസസിന്റെ നമ്പർ -1, n-1 എന്നേ അർത്ഥമുള്ളൂ. ഓരോ എഡ്ജിനും uv, അതായത് ഈ ഗ്രാഫിലെ ഓരോ എഡ്ജിനും യുവും വിയും സിയും വെച്ച് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോർമുല. ഫോർ ഈച്ച് എഡ്ജ് uv, if du + cuv greater than dv, return false, L return. ഈ വാല്യൂ കൊടുക്കുക. യുവും കോസ്റ്റും കൂടെ ചേരുന്നത് വിയുടെ ഡിസ്റ്റൻസിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഫോൾസ് കൊടുക്കുക, ലെസ് ആണെങ്കിൽ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യുമെന്ന് കാണിക്കാം. ഇത് ഇതേ ഒരു ഇതാണ്. ഇവിടെ നമ്മൾ V0, V1, V2, V3, V4 ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫാണ്. മനസ്സിലായേ? ഇതൊക്കെ പിന്നെ നിങ്ങൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കുക, കാരണം നമുക്ക് ഡീറ്റെയിൽസിൽ നിന്ന പാടാണ്. പുട്ടിങ് 0 ആൻഡ് ഇൻഫിനിറ്റി. അപ്പൊ സ്റ്റാർട്ടിങ്ങില് നമ്മൾ 0 ഇൻഫിനിറ്റി എന്നും കൊടുക്കും. ഇവിടെ നമ്മൾ 0 എന്ന് കൊടുത്തു, ഇതിനെല്ലാം ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. മനസ്സിലായി? ഇനി അപ്പൊ അവിടെ നമുക്ക്
V0 V1 ഇങ്ങനെ കുറേ എഡ്ജസ് കിട്ടുന്നുണ്ട്. അത് ഡയറക്റ്റഡ് ആണ്. ഈ ഫിഗർ നോക്കി നിങ്ങൾ എടുക്കുക. ആ എഡ്ജസ് ഇതൊക്കെയാണ് V0 V1, V0 V3, V0 V2, V1 V4 ഇങ്ങനത്തെ ഈ എഡ്ജസ് കിട്ടുന്നുണ്ട്. ഈ ഓരോ എഡ്ജിലും ഇവിടെ നമുക്ക് നോക്കിയേ 3 6 വെർട്ടിസസ് ആണ്. 5 തവണ ഐട്രേറ്റ് ചെയ്യും. അപ്പൊ ഒരെണ്ണം മാത്രം ഞാൻ കാണിക്കാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. V0 V1 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. V0 V1 ഇത് 0യും ഇത് ഇൻഫിനിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ dV0 പ്ലസ് CV0 V1, dV0 0, CV0 V1 ഈ അകലമാണ് 6, dV0 പ്ലസ് CV0 V1 നോക്കുക, CV0 V1 അത് ലെസ് ദാൻ dV1 ആണെങ്കിൽ dV1 ഇൻഫിനിറ്റിയാണ്. അപ്പം dV0 പ്ലസ് CV0 V1 6, 0 പ്ലസ് 6 ലെസ് ദാൻ dV1 അത് ഇൻഫിനിറ്റിയാണ്. അപ്പൊ ലെസ് ആണല്ലോ. അങ്ങനാണെങ്കിൽ V1നെ ആ വാല്യൂ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ V1നെ എന്ത് ചെയ്യും? ഇത് ആഡ് ചെയ്ത് ആ വാല്യൂ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മുടെ വാല്യൂ dV1 = 6 ആണ്. ഇങ്ങനെ ഞാൻ എല്ലാ സ്റ്റെപ്പും കാണിക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ നമ്മളെ എല്ലാ പോയിന്റ്സിനും V1നും V2നും V3ക്കും എല്ലാം നിങ്ങൾ ചെയ്യുക. എത്ര തവണ ചെയ്യണം? റൂൾ അനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് വെർട്ടിസസ് എത്ര ആണോ അതിൽ നിന്ന് 1 കുറച്ച് ചെയ്യണമെന്നാണ് നമ്മുടെ റൂള്. അപ്പൊ 6 വെർട്ടിസസ് ഉണ്ട്, നമ്മൾ 5 തവണ ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മുടെ ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തില് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. ഈ 2 സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജിലും പിന്നത്തെ സ്റ്റേജിലും സെയിം ആയിട്ട് കിട്ടും. 3rd സ്റ്റേജിലും 4th സ്റ്റേജിലും സെയിം ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ ചെയ്ത് ഇപ്പൊ MC പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം സ്റ്റേജ് 4ലും സെയിം ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ കിട്ടിയതാണ് ഫൈനൽ വാല്യൂ. അതിന്റെ കോംപ്ലക്സിറ്റി പറയുന്നത് അതായത് ബിഗ് ഓഫ് ഇ ഇൻറ്റു ബി, ഇത് n-1 എന്നുള്ളതാണ് ഈ ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് വെർട്ടിസസ്. ബിഗ് ഓഫ് EV. അപ്പം എഡ്ജസ് എന്ന് പറയുന്നത് n വെർട്ടിസസ് ഉണ്ട്, n × n-1/2 ആയിരിക്കും എഡ്ജസ്. പിന്നെ വെർട്ടിസസ് n-1 എടുക്കണം. EB എടുത്തിട്ട് ബിഗ് ഓഫ് EV വെച്ച് ഇത് കാണാം. ഏതായാലും ഇതാണ് അതിന്റെ കോംപ്ലക്സിറ്റി ആയിട്ട് പറയുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഓക്കെ. ബെൽഫോർഡ് അൽഗോരിതം എപ്പോഴാണ് ഫെയിൽ ആകുന്നത്? നെഗറ്റീവ് സൈക്കിൾ ഉണ്ടെങ്കിൽ. നോക്കുക 3, 2, 4 ഇതൊന്നും നോക്കുക. 3, 2, 7, 2, 4, 7, 4, 3 -50 അവിടെ -1 വന്നു. ഈ ഒരു കേസിൽ നിങ്ങൾ ബെൽഫോർഡ് അപ്ലൈ ചെയ്താൽ ഇതിനകത്ത് ഇപ്പൊ എന്ത് ചെയ്യും? 4 വെർട്ടിസസ് ഉണ്ട്. നമ്മുടെ റൂൾ അനുസരിച്ച് 3 ഐട്രേഷൻ ആണ്. ഇത് 3 ഐട്രേഷൻ അല്ല, 4 ഐട്രേഷൻ അല്ല, 5 ഐട്രേഷൻ അല്ല. അത് എത്ര തവണ ചെയ്താലും വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ ദ 3 ഐട്രേഷൻസ് റിക്വയർഡ്, 4 വെർട്ടിസസ് ഉള്ളതുകൊണ്ട് ഈവൻ ആഫ്റ്റർ 3 ഐട്രേഷൻസ് അപ്ഡേഷൻ കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ബെൽമാൻ-ഫോർഡ് അൽഗോരിതം ഫെയിൽസ് ഇൻ ദിസ് സിറ്റുവേഷൻ. നെഗറ്റീവ് സൈക്കിൾ ഉള്ളപ്പം ബെൽമാൻ-ഫോർഡ് ഇത് ചെയ്യും. ഇനിയാണ് ഡിക്സ്ട്രാസ്. ഡിക്സ്ട്രാസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രാഫ് എടുക്കാം. നമ്മൾ എന്നിട്ട് ഇതെല്ലാം ABCDEF എന്നാണ്. 0 എന്നൊരു വാല്യൂ A കൊടുക്കുക. മനസ്സിലായി? 0 എന്നൊരു വാല്യൂ A കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു DI + CIJ < DJ. ഇത് പഴയ ഇത് തന്നെ. DJയെക്കാളും കുറവാണെങ്കിൽ DJക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്ന അതേ ഫോർമുലയാണ്. ആ ഫോർമുല തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇപ്പൊ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ പറയുമ്പോൾ ഞാൻ പറയാം, സംശയം തോന്നുകയാണ് ഈ പറഞ്ഞാൽ നിങ്ങൾ ABCDEF അതായത് ABCDEF ആണ്. അത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി. എന്നിട്ട് Aയും കൂടെ 0യും ബാക്കി എല്ലാം ഇൻഫിനിറ്റി ചെയ്തു. അപ്പൊ A ആണ് ഏറ്റവും മിനിമം. ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം Aക്ക് നമ്മൾ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കുക, പിന്നെ ഇവിടുന്ന് AC ഉണ്ട്, AD ഉണ്ട്, AB ഉണ്ട്. AC ഉണ്ട്, AD ഉണ്ട്, AB ഉണ്ട്. AC 2 ആണ്,
സിയുടെ വാല്യൂ 0 + 2 2 ആവും, 0 + 5 5 ആവും, 0 + 3 3 ആവും. നമ്മൾ എന്ത് ചെയ്തു? ഇത് എയുടെ വാല്യൂ 0 2 C2 D5 D3 C2 D5 D3 ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ മിനിമം 2 ആണ് അല്ലെ? ഈ 2 ആകുമ്പോൾ പിന്നെ സി വെച്ച് നോക്കും. അപ്പൊ ഇനി എ എടുക്കാൻ പാടില്ല, എ ബി എ സി എ ഒന്നും എടുക്കാൻ പാടില്ല, കാരണം അത് മൂന്നും എടുത്തു പോയതാണ് അല്ലെ? സി എടുക്കും, സി ആണ് കിട്ടിയത്. അപ്പൊ സിയിൽ നിന്ന് എഫിലേക്കുള്ള നോക്കും. അപ്പൊ സിയുടെ വാല്യൂ 2 ആണ്, എഫിനെ എന്ത് ചെയ്യും? 3 ആക്കി അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഡി, സിയിൽ നിന്ന് ഡി. അപ്പൊ എയിൽ നിന്നുള്ള എടുത്തു കഴിഞ്ഞു, എയുടെ എടുത്തു കഴിഞ്ഞു, സിയിൽ നിന്നുള്ള ഡി. സിയുടെ വാല്യൂ 2 ആണ്, ഡിയുടെ ഈ ലെങ്ത് 2 ആണ്. 2 + 2 4. ഈ 4 അവിടെ അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? 4ഉം 3. ഞാൻ ഒന്നുകൂടെ പറയാം, 4ഉം 3ഉം വരും. പിന്നെ ഇതേപോലെ തന്നെ അപ്പൊ ഇതിലെ ഇവിടെ 3, ഇവിടെ 2 3 വരുന്നു. ഇത് നമ്മൾ ആർബിട്രറി ആയിട്ട് 3 എടുത്തു, ബി എടുത്തു എന്ന് വിചാരിക്കാം. ബി എടുത്തെങ്കിൽ ഇനി ഇപ്പൊ നിങ്ങൾ തീർന്നു നോക്കുക. ഇനി ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം സെയിം ആയിട്ട് കിട്ടും. ബി ഇ എന്ന് പറയുന്ന അപ്ഡേറ്റ് ആകും, കാരണം ഈ ബി എന്ന് പറയുന്നത് 3 ആണ്. 3 + 4 7 വരും ഇക്ക്. ഇത് വെച്ച് നോക്കുമ്പോൾ 3 + 4 7 വരും ഇക്ക് വെച്ച് നേരത്തെ കിടക്കുന്ന വാല്യൂ ഇൻഫിനിറ്റിയാണ്. ആ 7 ഇവിടെ കൊടുക്കും. ഇപ്പൊ 4 7 3 ആയി അല്ലെ? അപ്പം ഇത് 4 വന്നു, ഇത് 7 വന്നു, ഇത് 3 വന്നു. ഇനി അതിലെ 3 മിനിമം എടുക്കും. ഏത്? എഫ്. എഫ് എടുത്തു കഴിഞ്ഞാല് എഫിൽ നിന്ന് ഡിയും ഇയും വരും. എഫിൽ നിന്ന് എഫ്, ഡിയുടെ കാര്യത്തിൽ ഇ വരും. എഫിന്റെ വാല്യൂ ഇത് 2 ആണ്. എഫിന്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? എഫിന്റെ വാല്യൂ 3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എഫ് 3 ആവുമ്പോൾ എഫ് ഇ എന്ന് പറയുന്നത് 3 + 2 5 വരും. അതായത് ഈ ഡി ഇവിടെ 5 ആണ്. 4ഉം 5. അതും കഴിഞ്ഞ് അതിലെ മിനിമം 4 ആണ് ഡി. ഈ ഡി എടുത്തു കഴിയുമ്പോഴത്തേന് ബി ഇതൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല. ഇനി ആകെപ്പാടെ ഇയേ ഉള്ളൂ. ഡിയുടെ 4 ആണ്, ഇയുടെ 3. അത് പക്ഷേ 7 വരും. പക്ഷെ ഓൾറെഡി 5 ആണ്. ആ 5 തന്നെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എയിൽ നിന്ന് ഡിയിലേക്ക് പോകാനുള്ള മിനിമം കോസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പം നമ്മൾ ഡിയിൽ നിന്ന് തുടങ്ങും. ഡിയിൽ നിന്ന് തുടങ്ങി ഇതെല്ലാം സെയിം ആയിട്ട് നിൽക്കുക. ഇത് ഇവിടെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. ഇവിടെ ചേഞ്ച് വരുന്നിടത്ത് നിന്ന് അവിടെ ഏത് മിനിമം എടുക്കുന്നു? സി. പിന്നെ അതിന്റെ ബാക്കിൽ അവിടെ ഏത് മിനിമം എടുക്കുന്നു? എ എടുത്തു. അപ്പൊ എയിൽ നിന്ന് ഡിയിലേക്ക് പോകാനുള്ള നമ്മുടെ പാത്ത് ACD ആയി. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് നമ്മുടെ ഗ്രാഫ് അൽഗോരിതമാണ്. ഗ്രാഫ് അൽഗോരിതം നമ്മുടെ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണ്. എല്ലാ പിന്നെ വെർട്ടീസസും ഉണ്ട്. മിനിമം ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇതിനകത്ത് വരേണ്ടത്. അപ്പം ഇങ്ങനെയൊരു ഗ്രാഫ് വന്നു. ഇതിനെ മിനിമം ആക്കിയിട്ട് ഇത് റഫായിട്ട് ഞാനിന്ന് വരച്ചിരിക്കുന്നതാണ്. AB BD ഇങ്ങനെ എല്ലാം കൂടെ വരച്ച് അതിനൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ജനറിക് MST എന്ന് പറഞ്ഞ് എല്ലാ വെർട്ടീസസും ഉള്ള ഒരു മിനിമം കോസ്റ്റ് ട്രീ ആണ് MST. അത് ഇങ്ങനെയുള്ള വരച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ജനറിക് ഇതായിട്ട് പറഞ്ഞ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫൈൻ പാസ് ഇൻ എ മാപ്പ്, നെറ്റ്വർക്ക്, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, വാട്ടർ സപ്ലൈ നെറ്റ്വർക്ക്, ഇലക്ട്രിക്കൽ ഗ്രിഡ്സ്, ഇതെല്ലാം ഡിസൈൻ ചെയ്യാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ. സ്പാനിങ് ട്രീ അല്ലെങ്കിൽ UV എന്നും പറഞ്ഞൊരു എഡ്ജ് എടുക്കുക. ആ എഡ്ജ് എയിൽ സേഫ് ആയിട്ട് ഇതായിരുന്നെങ്കിൽ എയിലേക്ക് UV ആഡ് ചെയ്തു റിട്ടേൺ ചെയ്തു. ഒരു സിമ്പിൾ അൽഗോരിതം എന്നുള്ളതേ ഉള്ളൂ. ഇനിയാണ് ക്രസ്കലില് നമ്മൾ ലീസ്റ്റ് വെയ്റ്റഡ് എഡ്ജസിനെ എടുക്കും. അതിനകത്ത് സൈക്കിൾസ് പാടില്ല. ഈ എഡ്ജസ് എപ്പോഴും നമ്പർ ഓഫ് വെർട്ടീസസിനേക്കാളും 1 കുറവായിരിക്കാം. ഇത് നോക്കുക.
ഇത് നോക്കിക്കഴിയുമ്പം ഇതില് നമ്മൾ ഇത്രയും ഇതെടുത്ത് കഴിയുമ്പം ഇതിലെ മിനിമം വെയിറ്റ് വരുന്നതിന് അതേ ഓർഡറിൽ എടുത്തു വെക്കുക. ഇപ്പം 1, 6 ഇതാണ് 8. പിന്നെ ദേ 11, 3, 4. പിന്നെ ദേ 13, 2, 7. പിന്നെ ദേ 15, 2, 3. പിന്നെ 4, 5, 20, 5, 6, 24 വരും. 5, 7 എടുക്കാൻ പറ്റിയാല, കാരണം ഇവിടെ സൈക്കിൾ വരും. 5, 6, 24. അപ്പം ഇത്രയും ഇത് നമ്മൾ സെറ്റ് അറേഞ്ച് ചെയ്തു. ഇനി ഒരു കാര്യം, അത് സെറ്റ് അറേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. 1 നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, 1, 6, 3, 4, 2, 7 എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റേജ് എന്നുള്ളതേ ഉള്ളൂ. 2, 7, 3, 4 ഇങ്ങനെ. അത് കഴിഞ്ഞ് കറക്റ്റ് നമ്മൾ ആ പറഞ്ഞ എഡ്ജസിനെ എല്ലാം കൂടെ 1, 6 നോക്കാം. 1, 6, 3, 4, 2, 7. 1, 6, 3, 4, 2, 7. പിന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നു? 2, 3, 4, 5, 5, 6. 2, 3, 4, 5, 5, 6. ഇതാണ്. അതായത് എഡ്ജ്, മിനിമം കോസ്റ്റ് എഡ്ജിനെ ഓർഡർ ചെയ്യുന്നതാണ് ക്രസ്കൽ എന്ന് പറയുന്നത്. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി പറയുന്നുണ്ട് ബിഗ് ഓഫ് ഇ ലോഗ് വി. ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്, വി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ്. ലോഗ് ആണ്. അപ്പൊ അത് എന്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓ ആണ്, എക്സ്പോണൻഷ്യൽ ഒന്നുമില്ല. പിന്നെ അടുത്തതാണ് ടൈം കോംപ്ലക്സിറ്റി. അടുത്ത ഒരു വലിയൊരു എണ്ണം കാണിക്കുകയാണ്. ഇതും അതുപോലെ തന്നെ എ സി ആദ്യം വന്നു, മിനിമം. പിന്നെ എ ബി മിനിമം, ഏതാണ്ട് അതേ മിനിമം തന്നെയാണ് ഡി ജി. ഇത് 2ആണ് ഡി ജി. പിന്നെ ബി 3ആണ്, ബി ഡി 4, സി എഫ് 6. ഇതേ രീതിയിൽ ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കണക്ഷൻ മാത്രമേ ഉള്ളൂ. എ സി കൊടുക്കുക, എ ബി കൊടുക്കുക, ഡി ജി കൊടുക്കുക, ബി കൊടുക്കുക, പിന്നെ ബി ഡി സി എഫ്. അതായത് ആ ഓർഡറിൽ വെക്കുക. ഓർഡറിൽ വെച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്യും. നെക്സ്റ്റ് ആണ് പ്രിൻസ് അൽഗോരിതം. പ്രിൻസ് അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ആർബിട്രറി വെർട്ടെക്സിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ആർബിട്രറി വെർട്ടെക്സിൽ നിന്നും നെക്സ്റ്റ് വെർട്ടെക്സ് അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെയൊരു ഗ്രാഫ്. ഇവിടെ നമ്മൾ 1 അവിടെ നിന്ന് 6ലേക്ക് പോകുന്നു. അതാണ് അവിടുന്ന് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ്. 6ൽ നിന്ന് അവിടെ വേറൊന്നുമില്ല, 5. പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അതായത് 1 6ലേക്ക് പോകുന്നു, 5 അവിടെ വേറെ ഏറ്റൊന്നുമില്ല, 5. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടല്ല പോകുന്നത്, ഇതാണ് കുറവ്. 5, 4, 4, 3, 3, 2, 2, 7. അപ്പം ഇവിടെ 7 വെർട്ടിസസും ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രീയില് 6 എഡ്ജസ് ആണുള്ളത്. അതിന്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് ഇ പ്ലസ് ലോഗ് വി. ഈ നമ്പർ ഓഫ് എഡ്ജസും വി ദാറ്റ് ഓഫ് വെർട്ടിസസും. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം സോഴ്സ് വെർട്ടെക്സ് ടു അതർ വെർട്ടെക്സ് ഇൻ എ ഗ്രാഫ്. അവിടെ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവ ഫെയിൽ ആകുമ്പോൾ ഉദ്ദേശിച്ചാണ് നെഗറ്റീവ് സൈക്കിളും. ശരിയായിട്ട് അപ്ലൈ ചെയ്ത് ഫെയിൽ ആയാൽ ഉദ്ദേശിച്ചാണ് അതിൽ നെഗറ്റീവ് സൈക്കിളുണ്ട്. അത് ഡിക്സ്ട്രാസിനേക്കാളും സ്ലോവറാണ്. 5 വെർട്ടിസസ് ഉണ്ടെങ്കിൽ 5 - 1 4 ഐട്രേഷൻ ഇവിടെ നടക്കണം. അപ്പൊ അതിനെ സോഴ്സ് എടുത്തിട്ട് അതിന്റെ ഡിസ്റ്റൻസ് അത് 0 എന്ന് കൊടുക്കുക, എല്ലാ മറ്റതിന്റെയും ഇൻഫിനിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഡിസ്റ്റൻസ് ഓഫ് വി, യു വി എന്നൊരു എഡ്ജ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് യു പ്ലസ് കോസ്റ്റ് ഓഫ് യു വി. കോസ്റ്റ് എന്ന് പറയും, ആ ലെങ്തിന് കോസ്റ്റ് എന്ന് പറയും. ഡിസ്റ്റൻസ് ഓഫ് വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് യു പ്ലസ് സി കോസ്റ്റ് ഓഫ് യു വി. അത് എല്ലാ എഡ്ജസിനും n-1 ടൈംസ് ചെയ്യണം. 5 വെർട്ടിസസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാഫിലുള്ളത്, അതുകൊണ്ട് 4 ടൈംസ് ചെയ്യണം. 4 ടൈംസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരു തവണ ചെയ്ത് ഒരു വാല്യൂ കിട്ടി, അടുത്ത തവണ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത് എങ്കിൽ
പിന്നെ ചെയ്യേണ്ട കാര്യം ഇല്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് നോക്കാം. അതിന്റെ ബെൽഫോർഡ് പറയുന്നത് ഇങ്ങനെയാണ്: ഇനീഷ്യൽ സിംഗിൾ സോഴ്സ് GS ആണ്, I is equal to 1 to n. G dot v എന്ന് പറയുന്നത് ഗ്രാഫിലെ വെർട്ടിസസിന്റെ നമ്പർ n എന്നുള്ളതേ ഉള്ളൂ, n-1. ഓരോ എഡ്ജും G dot t, എഡ്ജ് ഓരോ എഡ്ജ് ഗ്രാഫിലെ എഡ്ജ് അത് വെച്ചാണെങ്കിൽ അവിടെ UVC എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഓരോ എഡ്ജിനും UV ചെയ്തിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ഫോൾസ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിനെ അസൈൻ ചെയ്യേണ്ടതെന്നേ അർത്ഥമുള്ളൂ. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ വാല്യൂ അസൈൻ ചെയ്യണം. നമുക്ക് ഇതാണ് നമ്മുടെ നമ്മുടെ എന്താ പറയണ്ടത്, നമ്മുടെ ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫിനെ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കണം. ഇവിടെ ആദ്യം ഇതിന് 0 എന്ന് കൊടുക്കണം. ബാക്കി ഇവിടെ നമ്മൾ V0, V1, V2, V3, V4 ഇങ്ങനെ ഒരു ഗ്രാഫ്. ഇനി 0യും ഇൻഫിനിറ്റിയും കൊടുക്കുന്നത് V0യുടെ അവിടെ നമ്മൾ 0 എന്ന് കൊടുത്തു, V1, V2, V3 ഇത്രയും സ്ഥലത്ത് നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു, ബാക്കിയുള്ളിടത്തെല്ലാം ഇൻഫിനിറ്റി കൊടുത്തു. ഇൻഫിനിറ്റി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലെസർ ആയിട്ട് ആദ്യം വരും. ആദ്യത്തെ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൽഗോരിതം എടുക്കുന്ന ഒരു ട്രിക്കാണ്. മറ്റു വെർട്ടിസസിനെല്ലാം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും. മനസ്സിലായി? നമ്മൾ പിന്നെ 0-1 നാപ്സാക്കിന്റെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ ഹ്യൂറിസ്റ്റിക്സ് പോലെ അങ്ങനെ കരുതിയാൽ മതി. ആ രീതിയിൽ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇവിടുത്തെ ഈ എഡ്ജസ് എല്ലാം നമ്മൾ എടുത്തു. V0, V1, V1, V4, V2, V3 ഇങ്ങനെയുള്ള എല്ലാ എഡ്ജസും ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. V0, V1, V0, V3, V0, V2 ഇങ്ങനെയുള്ള എല്ലാ എഡ്ജസും എടുത്തു. എന്നിട്ട് ഓരോ എഡ്ജും 5 ഐട്രേഷൻ വീതം നടത്തണം, അല്ലേ? എന്തുകൊണ്ടാണ് ഓരോ എഡ്ജും 5 ഐട്രേഷൻ വീതം നടക്കുന്നത്? 6 വെർട്ടിസസും n-1. അപ്പൊ 5 ഐട്രേഷൻ വെച്ച് ഓരോ എഡ്ജും നടത്തണം. V0 ഒരെണ്ണം മാത്രം കാണിക്കാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്യാം. V0 V1 dV0 plus CV0 V1 less than dV1 ആണോ എന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ dV0 എന്ന് പറഞ്ഞാൽ 0, dV0 plus CV0 V1 6, 0 plus 6 less than dV1 ആണോ എന്ന് നോക്കുക. ഇൻഫിനിറ്റി ആണല്ലോ, ലെസ് ദാൻ dV1. അങ്ങനെയാണെങ്കിൽ dV1 is equal to dV0 plus CV0 V1. അപ്പൊ 0 plus 6 V1 ഇടുക. അപ്പൊ അതേപോലെ തന്നെ ഓർത്തോണം. അപ്പൊ V2 വരുമ്പോ അത് 4 ആയിരിക്കും, V3 വരുമ്പോ അത് 5 ആയിരിക്കും. ഇതിങ്ങനെ പ്രൊസീഡ് ചെയ്യുക. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യും. അങ്ങനെ പ്രൊസീഡ് ചെയ്ത് നമ്മുടെ കണക്കനുസരിച്ച് പറഞ്ഞാല് ഇതിപ്പം എത്ര ഇത്രയും 5 ഐട്രേഷൻ വേണ്ടി വരും. 5 ഐട്രേഷൻ, കാരണം 6 വെർട്ടിസസ് ആണ്. അപ്പൊ ആദ്യം ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് മുഴുവൻ വെർട്ടിസസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് സ്റ്റേജ് 1ൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ കിട്ടുന്നുണ്ടോ. കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. V1 is equal to 1, V2 3, V3 5, V4 0, V5 4, V0 0 ഈ വാല്യൂസ് കിട്ടും. എന്നിട്ട് അതിനെ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഫോർമുല ഇത് തന്നെ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, V1ന്റെ V0യുടെ വാല്യൂ അങ്ങനെയാണ്. V1ന്റെ ഒക്കെ വാല്യൂ V1ന്റെ V2 V3 V4 നോക്കാം. V4 0 എന്താ ഇവിടെ ഒരെണ്ണത്തിന്റെ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ. V5 4 ആയിരുന്നു, ഇവിടെ V5 3 ആണ്. ഇങ്ങനെ നോക്കുക. അങ്ങനെ രണ്ടാമത്തേതും ചെയ്ത് കഴിഞ്ഞ് ഒന്നാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ ഇത് കിട്ടും, രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഇത് കിട്ടും, പിന്നെ മൂന്നാമതൊരു സ്റ്റേജ് നോക്കുക. അപ്പൊ നമ്മുടെ കേസിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? മൂന്നാമതൊരു കേസിൽ സെയിം വാല്യൂസ് കിട്ടും. അത് കഴിഞ്ഞ് ഒരു തവണയും കൂടെ അങ്ങ് നോക്കിക്കോണം, സ്റ്റേജ് 4 അപ്പോഴും സെയിം. അതിന്റെ അർത്ഥം എന്നതാണ്, ഇനി ഇപ്പൊ കാര്യം ഇങ്ങനെ പറഞ്ഞാലും 5 ഐട്രേഷൻ ഒന്നും വേണ്ട, കാരണം അടുപ്പിച്ച് 2 എണ്ണത്തിന് സെയിം വാല്യൂ കിട്ടിയിരിക്കുക. അപ്പൊ നോ നീഡ് ടു റിപ്പീറ്റ് ഐട്രേഷൻ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓ E of B -1 ഓർഡർ ഓഫ് E of B, ഈ നമ്പർ ഓഫ് എഡ്ജസ്, നമ്പർ ഓഫ് വെർട്ടിസസ്. നമ്പർ ഓഫ് എഡ്ജസ് n×n-1/2 ആണ്, വെർട്ടിസസ് n-1 ആണ്. അതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, n×n-1/2 n-1 എന്ന് വല്ലതും പറയാം. ഞാൻ ഇച്ചിരി ഇതായിട്ട് എഴുതുന്നുള്ളൂ, നിങ്ങളിപ്പോ ഇങ്ങനെ അങ്ങ് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഇത് മാത്രം മതി, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ആക്കണമെങ്കിൽ ഇതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല.
എഡ്ജസ് എന്ന് പറയുന്നത് n × n-1/2 ആണ്. വെർട്ടിസസ് എന്ന് പറയുന്നത് n-1. അത് അങ്ങനെ വെച്ചുകൊണ്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് നോക്കണ്ട, അപ്പൊ ഇതങ്ങ് എടുക്കും. പക്ഷേ ഇതേ സാധനം തന്നെ നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഈ അൽഗോരിതം ഫെയിൽസ് എന്നാണ് പറയുന്നത്. ഈ അൽഗോരിതം നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഫെയിൽ. നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഫെയിൽ ആകും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. അതായത് നോക്കുക 3 to 4 എന്ന് പറയുന്ന ആ സാധനം ഒന്ന് നോക്കുക. ഈ 3 to 4 നോക്കിക്കഴിയുമ്പം 3 to 4 നോക്കിക്കഴിയുമ്പം ഇവിടെ 7 വന്നു, ഇവിടെ 7 വന്നു, 14 -50, ഇവിടെ മൈനസ് വന്നു. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ബെൽഫോർഡ് ഫെയിൽ ആണ്. ബെൽഫോർഡ് ഫെയിൽ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ സെയിം വാല്യൂ റിപ്പീറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്, അപ്ഡേഷൻ നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ബെൽഫോർഡ് ഫെയിൽ ആയി എന്നർത്ഥം. നമ്മുടെ ഈ കേസിൽ 2 4 വെർട്ടിസസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ 3 ഐട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അത് സെയിം ആയിട്ട് നിൽക്കണം. 3 ഐട്രേഷൻ റിക്വയർഡ്. പക്ഷേ ഈ നമ്മുടെ കേസിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, ഈവൻ ആഫ്റ്റർ 3 ഐട്രേഷൻസ്, ഫോർമുല അല്ല ഇത് തന്നെ, ഈവൻ ആഫ്റ്റർ 3 ഐട്രേഷൻസ് അപ്ഡേഷൻ കണ്ടിന്യൂസ്. മനസ്സിലായി? അപ്ഡേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം എന്നതാ? ബെൽമാൻ ഫോർഡ് അൽഗോരിതം ഫെയിൽസ്. ബെൽമാൻ ഫോർഡ് അൽഗോരിതം ഫെയിൽസ്. നെക്സ്റ്റ് ഡിക്സ്ട്രാസ് അൽഗോരിതം. ഡിക്സ്ട്രാസ് അൽഗോരിതത്തിൽ ശ്രദ്ധിക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ആർബിട്രറി ആയിട്ട് നമ്മൾ അതിന് 0 എന്ന് കൊടുക്കും. ബാക്കിയൊക്കെ അതേ പേര് തന്നെ എടുക്കുന്നു, എയുടെ വാല്യൂ 0 എന്ന് കൊടുക്കും. ഇത് ഫോർമുല. ഈ ഫോർമുലയിൽ വലിയ കാര്യമൊന്നുമില്ല. DI + CIJ ലെസ് ആണ്. DJ = മുമ്പേ പറഞ്ഞ അതേ ഫോർമുല തന്നെ. IJ എന്ന് പറഞ്ഞ ഒരു എഡ്ജ്, DI + CIJ, ആ കോസ്റ്റ് IJ ലെസ് DJ ആണെങ്കിൽ DJ നമ്മൾ ഈ വാല്യൂ കൊടുത്ത് എടുക്കും. ഓക്കെ, നമ്മൾ ഇതാണ് ഫോർമുല. എന്നിട്ട് നമ്മളൊരു എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി. ABCDEF 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 എന്ന് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കാൻ പറയട്ടെ, A ആദ്യം കൊടുക്കുക. എന്നിട്ട് എയും എയും കൂടെ 0 ആണ്, ബാക്കിയെല്ലാം ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് A0 ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ, A0 ആണല്ലോ, എയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകൾ ചെക്ക് ചെയ്യുക. സിക്കൊപ്പം 0 + 2 2 വരും, 0 + 5 ഡിക്ക് 5 വരും, 0 + 3 ബിക്ക് 3 വരും. അതായത് 3 വരും, 5 വരും, 2 വരും. 3 വരും, 5 വരും, 2 വരും, ബാക്കി ഇൻഫിനിറ്റി. ഇതിലെ മിനിമം ആയ 2 എടുക്കുക, ദാറ്റ് ഈസ് സി. ഇനി നോക്കുക, അവിടെ നോക്കുമ്പം സിയുടെ കാര്യത്തിൽ ഇപ്പം എ കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് നോക്കണ്ട. സിയുടെ കാര്യത്തിൽ നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചോളുക, ഇവിടെ മാത്രമേ ഒരു ചേഞ്ച് വരുള്ളൂ. ബാക്കി CD എന്ന് പറയുന്നത് 2 + ഇതുണ്ടോ, സി എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞു, ഇത് 2 ആണ്. 2 + 2 = 4. അതായത് D of V ഇത് തന്നെ, അതായത് D of U + C of UV എന്നുള്ളതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അതായത് ഇതിന്റെ വാല്യൂ 2 + 2 ദാറ്റ് ഈസ് 4. ഡിക്ക് 4 എന്ന് വരും, അല്ലെ? ഡിക്ക് 4 എന്ന് വരും. ബാക്കി വാല്യൂ ഒക്കെ അങ്ങനെ. എഫിനും നോക്കുക, എഫ് അല്ലെ, ഡിക്ക് 4 എന്ന് വന്നു. സി വരുമ്പോ അതാ എഫ്, സിയുടേത് 2 വന്നു, എഫ് 3 ആവും. അത് നിങ്ങൾ ചെയ്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ചെയ്ത് വരിക, C3. അപ്പൊ ഇത്രയെണ്ണം വരുന്ന കഴിയുമ്പോൾ ഇതാ 2 നിയമം. യു ആർ ഗോയിങ് ടു സെലക്ട് ബി. വെറുതെ അങ്ങ് സെലക്ട് ചെയ്യുന്നുള്ളത്, ബി സെലക്ട് ചെയ്യും. ഇനി ബിയിൽ നിന്ന് നമ്മൾ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ബിയിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കി വാല്യൂസ്, അതായത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ നോക്കുന്ന സമയത്ത് എ സിയും ഇനി നോക്കരുത്, അത് കൺസിഡർ ചെയ്താണ്. ബിയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇയിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. 3 ആണ്, +4 7. ഇയുടെ കാര്യത്തിൽ 7 വരും, ബാക്കി സെയിം ആയിട്ട് നിൽക്കും. നിങ്ങൾ ചെയ്ത് വെരിഫൈ ചെയ്യുക, 7 ആയിട്ട് നിൽക്കും. അത് ഇൻഫിനിറ്റിനേക്കാളും ചെറുത് 7 കൊടുക്കും.
അപ്പം 473 അല്ലെ, 473. അപ്പൊ 3 എഫ്. ഇനി എഫിൽ നിന്ന് നോക്കുക. എഫിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യുക. എഫിൽ നിന്ന് ഇയിലേക്ക് അകലം 2. എഫിന്റെ വാല്യൂ 3. അപ്പം ഇയുടെ വാല്യൂ എഫിൽ നിന്ന് ഇയിലേക്കുള്ള അടിസ്ഥാനത്തിൽ ഇയുടെ വാല്യൂ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 5. അപ്പൊ അത് കൊടുക്കാം. ലെസ് ആകുമ്പോൾ 5 കൊടുക്കാം. 4ഉം 5ഉം അല്ലെ. ഇനി 4 വെച്ച് നോക്കാം. ഡിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇ മാത്രമേ ഉള്ളൂ. ഇയുടെ അവിടെ വരുമ്പോൾ ഡി 4 ആണ്, 4 3 7 ആണ്. അത് വെച്ച് വാല്യൂ വരുന്നത്. പക്ഷെ ഓൾറെഡി 5 ആണ്. 4ഉം 5ഉം തന്നെ കൊടുക്കുക. അതോടെ ഇയും 5 ആക്കി കൊടുത്തു. ഇങ്ങനെ കംപ്ലീറ്റ് ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുതരം ഡൈനാമിക് പ്രോഗ്രാമിന്റെ അപ്രോച്ചാണ് ഇതിനകത്ത് വരുന്നത്. ഇത് കംപ്ലീറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണ് എ ടു ഡി പാത്ത്. മനസ്സിലായി? എ ടു ഡി പാത്ത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ തുടങ്ങും. ഇതിങ്ങനെ മുമ്പോട്ട് സെയിമായിട്ട് ഇവിടെ വരെ നിൽക്കുക. ഒന്നും ചെയ്യണ്ട. ഇവിടെ വന്നപ്പോൾ ചേഞ്ച് ആയി. ചേഞ്ച് ആയടുത്ത് ചേഞ്ച് ആയ വാല്യൂ സി. അപ്പം നമ്മൾ വിചാരിക്കണം ഡിയിൽ നിന്നാണല്ലോ ഡി സി, പിന്നെ അതിന്റെ ബാക്കിലെ ചേഞ്ച് ആയ ഭാഗം ഇതാണ് എ. ഡി സി എ, അതായത് എ സി ഡി. ഇതാണ് എ സി. അപ്പൊ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമുക്കിനി ആദ്യത്തെ കുറച്ച് അപ്പൊ നമ്മുടെ ആ ഗ്രാഫ് അൽഗോരിതംസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. വിശേഷിച്ച ബെൽഫോർഡ് അൽഗോരിതം നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. വാല്യൂസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. കാരണം ഇതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ആദ്യം മുതൽ നിന്ന് ഓടിച്ച് ഓരോരോ ഇതായിട്ടൊന്ന് പോവാം. ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോവാം. നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പോർഷൻ കുറച്ച് കൂടുതലുണ്ട്. ഈ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു അൽഗോരിതം എന്താണെന്ന് ഡിഫൈൻ. ആ ഡെഫിനേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. പിന്നെ അതായത് ഡിവൈഡ് 2-3 അൽഗോരിതത്തിന്റെ ആണ് ഡിവൈഡ് ആൻഡ് കോൺകർ. അത് പറഞ്ഞല്ലോ, കോംപ്ലക്സ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് സ്മോൾ പ്രോഗ്രാംസ് ആക്കി അവയെ ഓരോന്നിനെ സോൾവ് ചെയ്തിട്ട് റെക്കസീവ് ആയിട്ട് അപ്ലൈ ചെയ്ത് ടോട്ടൽ ഇത് ചെയ്യും. പിന്നെ അൽഗോരിതത്തിലുള്ള ഇതാണ് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, എഫക്റ്റീവ് ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം എന്ന്. അതായത് എസ് ഓർ നോ എന്നുള്ള രീതിയിൽ ഡെഫിനിറ്റ് എന്ന് പറയരുതെന്നുള്ളതാണ്. പക്ഷെ അവിടെ നമുക്ക് ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാം. എങ്കിലും ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇതാണ്. പിന്നെ അൽഗോരിതം ഡിവൈസ് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അൽഗോരിതം കറക്റ്റ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യും. അതായത് പല കേസ് കൊടുത്തിട്ട് വാലിഡേറ്റ് ചെയ്യും, മാത്തമാറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യും, പിന്നെ റിയൽ ലൈഫ് ടെസ്റ്റ് ചെയ്യും. ബെസ്റ്റ്, ആവറേജ്, ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഒരുപാട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഏറ്റവും കുറഞ്ഞാൽ അത് ബെസ്റ്റ്. ഇൻ ബിറ്റ്വീൻ ആണ് ആവറേജ്. ഒരുപാടുണ്ടെങ്കിൽ ബെസ്റ്റ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് കമ്പ്യൂട്ടർ ഫോർ ഈച്ച് അൽഗോരിതം. ഒമേഗ നൊട്ടേഷനിലാണ് മിനിമം സ്റ്റെപ്സ്. ബിഗ് O നൊട്ടേഷനിൽ അപ്പർ ബൗണ്ട്. തീറ്റ നൊട്ടേഷൻ ഇൻ ബിറ്റ്വീൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, ആർഗ്യുമെന്റ് ലിസ്റ്റ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പ്രൊസീജിയർ റെക്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്, ഫാക്ട് ഓഫ് n ഇൻറ്റു ഫാക്ട് ഓഫ് n-1 എന്നുള്ള രീതിയിലുള്ളത്. പിന്നെ സോർട്ടിംഗ് അൽഗോരിതം ഉണ്ട്. നമ്മുടെ മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, സെർച്ചിങ്, ബൈനറി സെർച്ചിങ് ഉണ്ട്, സ്ട്രിംഗ്, ടെക്സ്റ്റ് മാനിപ്പുലേഷൻ, ടെക്സ്റ്റ് സെർച്ചിങ് ഉണ്ടായിരുന്നല്ലോ. നമുക്ക് പോയിന്റർ വെച്ച് മുമ്പോട്ട് പോകുന്നു, പിന്നെ കോഡ് വെച്ച് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളിലാണ് സ്ട്രിങ്. ഗ്രാഫിക്സ് ആപ്ലിക്കേഷൻ, ന്യൂമറിക്ക്, ഡിഫറൻഷ്യൽ അത് നമുക്കില്ല എങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ജിയോമെട്രിക്ക്, ലൈൻ പോയിന്റ് അൽഗോരിതംസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്.
ഇത് പറയുന്നു ഡിവൈഡ് ആൻഡ് കോൺകർ, ഡയനാമിക്, ബാക്ക് ട്രാക്കിംഗ്, ഗ്രീഡി, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. എല്ലാത്തിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ഒന്നുകൂടെ ഡിറ്റർമിനിസ്റ്റിക്. അടുത്ത ഔട്ട്പുട്ട് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക്. അല്ലെങ്കിൽ അതിന് സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയും, ഇൻഡിറ്റർമിനിസ്റ്റിക് എന്നും പറയും. കോംപ്ലക്സിറ്റി കോൺസ്റ്റന്റ് ടൈം വരാം, അല്ലെ? കോൺസ്റ്റന്റ് ടൈം ആയിട്ട് വരാം. പിന്നെ ലീനിയർ ടൈം ഉണ്ട്, ലോഗറിതമിക് ടൈം ഉണ്ട്, ക്വാഡ്രാറ്റിക് ടൈം, ക്യൂബിക് ടൈം, പോളിനോമിയൽ. ഈ എക്സ്പോണൻഷ്യൽ ടൈം എന്നൊക്കെ പറയുന്നത് ഒരുപാട് റിസോഴ്സ് എടുക്കുന്ന. ഇതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ മറ്റേതിനകത്ത് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയും. ഒരു ഫാക്ടോറിയൽ ചുമ്മാ ഫംഗ്ഷൻ അതിനെ കോൾ ചെയ്യുന്നത് വിളിച്ചിരിക്കുന്നതാണ്. ഇത് സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഇത് കാണാമെന്ന് എനിക്കറിയത്തില്ല. അൽഗോരിതം സം ആണ് പറയാണ്, അവിടെ നമ്പർ ഓഫ് സ്റ്റെപ്പ് 0 ആയിട്ട് എടുക്കും. ഇത് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് എക്സിക്യൂഷൻ ഒന്നും നടക്കുന്നില്ല, 0 ആണ്. അസൈൻമെന്റ് 1 ആയിട്ട് എടുക്കും. ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യും. ടോട്ടൽ 4 സ്റ്റെപ്പ്. ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആദ്യ അൽഗോരിതത്തിന് 0 കൊടുത്തു, പിന്നത്തെ 0 കൊടുത്തു. ഇത് i to n എന്നുള്ളത് n+1 വർക്ക് ചെയ്യും. അതിനകത്തുള്ളത് n ടൈംസിലും വർക്ക് ചെയ്യും. ലാസ്റ്റത്തെ 0 ചെയ്യും. അപ്പം n+n+1 2n+1 പോളിനോമിയലാണ് എഫിഷ്യന്റ്. ഇത് ഇതിന്റെയാണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി 0. i is equal to 1 to m, i is equal to 1 to n. ഇവിടെ വരുമ്പോൾ ഇത് m+1 ഈ m+1 താഴോട്ട് വരുമ്പോൾ m ആവും. പക്ഷെ അവിടെ n+1. ഇവിടെ m+1, ഇവിടെ m × n+1, താഴെ വരുമ്പോൾ m n ആയിട്ട് mn ആവും. 0 0 m+1 m × n+1 mn 0. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ 2mn + 2m+1. ECD അൽഗോരിതം എന്ന് പറഞ്ഞിരുന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പം അത് നമുക്ക് അറിയാം. 10 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ബി എന്ന് പറയുമ്പോൾ 4 ആണെങ്കിൽ ടിയിലേക്ക് ബി കൊടുത്തു, ടിയിലേക്ക് 4 കൊടുത്തു, ബിയിലേക്ക് 10 mod 4. 10 mod 4 എന്ന് പറഞ്ഞാൽ B2 A4. അപ്പം B0 അല്ല, ടിയിലേക്ക് 2 കൊടുത്തു, അതായത് ബി കൊടുത്താണ്. എന്നിട്ട് B is equal to 4 mod 2, B0 ആയി. A is equal to 2 റിട്ടേൺ. അപ്പൊ 10നും 4നും കൂടെ ഒരു ജസ്റ്റ് ഒരു അൽഗോരിതം അത് വർക്ക് ചെയ്ത രീതി എങ്ങനെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ തിയറി എഴുതുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ അൽഗോരിതംസ് കാണിക്കുക. ഇപ്പം GCD ഒക്കെ നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അത് നോക്കണ്ട, ഇതിന്റെ അൽഗോരിതം ഒന്ന് കാണിക്കുക. ഇതും ഇതുപോലെ തന്നെ വലിയൊരു ഇതാണ്. 0 0 m+1 m × mn ഇങ്ങനെ കുറെ വാല്യൂസ് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ സൈസ് ഓഫ് ജനറൽ ഇൻസ്റ്റൻസ് ഈസ് n, then ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം സം ഫംഗ്ഷൻ ഓഫ് n ആയിരിക്കും. ആ n-നെ വെച്ചിരിക്കുന്നതാണ്. സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ്, നമ്പർ ഓഫ് എലമെന്റ്സ് വിച്ച് ആർ കൺസിഡേർഡ് ഫോർ സെർച്ചിങ് ആൻഡ് സോർട്ടിംഗ് സൈസ് ഓഫ് ഇൻസ്റ്റൻസ്. ഫോർ പോളിനോമിയൽ ഈക്വേഷൻസ് കോംപ്ലക്സിറ്റി ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് പോളിനോമിയൽ വരും. ഞാൻ സോർട്ടിങ്ങിനും സെർച്ചിങ്ങിന്റെയും കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന്. ടൈം കോംപ്ലക്സിറ്റി ഓരോ സ്റ്റേറ്റ്മെന്റിനെ has assigned complexity or number of steps ഉണ്ട്. ഈ ടൈപ്പ് taken by one machine to solve a problem in size of problem is polynomial then any other. അതായത് പോളിനോമിയൽ ടൈമിലാണ് ഒരു മെഷീൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഏത് അതർ മെഷീനും പോളിനോമിയൽ ടൈം തന്നെ എടുക്കും അത് സോൾവ് ചെയ്യാൻ. മെഷീൻ ഡിപ്പെൻഡന്റ് അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ബിഗ് ഓഫ് 1 കോൺസ്റ്റന്റ് ആണ്. ഓഫ് log n ലോഗരിതമിക്, ഓഫ് n ലീനിയർ, ഓഫ് n log n n log n ഇങ്ങനെ വാല്യൂസ് കൊടുക്കും. ബിഗ് O നൊട്ടേഷന്റെ ഒരു ഇതാണ് എന്താ അപ്പർ ബൗണ്ട്. ബിഗ് O അപ്പർ ബൗണ്ട് അതിന്റെ ഒരു ഇതും പറയുന്നുണ്ട്. ഈ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ നോക്കുക. കൺസിഡർ ടു ഫംഗ്ഷൻസ് f of n, g of n. f of n is equal to big O of g of n, f of n less than or equal to c g of n and n is equal to n greater than n0 എന്നുള്ളതാണ്. അതായത് അപ്പർ ബൗണ്ട് ബിഗ് O. എക്സാമ്പിൾ 3n+2 ഇത് കണ്ടത് ഇത് സോൾവ് ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറയാൻ നേരമില്ല, നിങ്ങൾ ഓടിച്ചു നോക്കുക. ഇനി അതുപോലെ ഒമേഗ നൊട്ടേഷൻ, താഴത്തെ ബൗണ്ട് ലോവർ ബൗണ്ട് c × g of n. അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. f of n എന്ന് പറയുന്നത് c × g of n. അപ്പൊ c × g of n താഴോട്ട് കിട്ടും. ഒമേഗയുടെ ഒരു എക്സാമ്പിളും ഇത് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് f of n ഏതാണെന്നും
ആ ജി ഓഫ് എൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, തീറ്റ ഓഫ് ജി എൻ, അതായത് C1 GN-നും C2 GN-നും ഇടയ്ക്കായിട്ട് എഫ് ഓഫ് എൻ നിൽക്കും. തീറ്റ നൊട്ടേഷൻ ഉണ്ടോ ഈ ഇൻ ബിറ്റ്വീൻ, ഈ ഡെഫിനേഷനിൽ അത് കാണാം. C1-നും C2-നും ഇടയ്ക്ക്, C1-നും C2-നും ഇടയ്ക്ക്. തീറ്റയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ എഫ് ഓഫ് എൻ അവിടെ ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. C1 C2 വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ പറഞ്ഞതാണ്. O(1) അസൈൻമെന്റ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് O(1) ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് O(n) ആണ്. log n, പിന്നെ ഇതാ വാല്യൂസ് എടുക്കുന്നത്, ഇവിടെ വാല്യൂസ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ 2 യൂണിറ്റ്, 1 യൂണിറ്റ് കോസ്റ്റ് ഉണ്ട്. ഓരോ യൂണിറ്റ് എടുത്തിട്ട് ഇത് I++ എന്ന് പറയുന്നത്, ഇത് I1 അപ്പുറത്തോട്ട് കിടക്കുന്നതുകൊണ്ടാണ് 2 × n+1 എന്ന് വന്നത്. പിന്നെ 10 + I ഇങ്ങനെ എടുത്തു, 4n ആയി. അങ്ങനെ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ചു വയ്ക്കുക. അവിടെ ഒരു സംശയം വരാൻ വഴിയുണ്ട്, അതൊന്ന് വിളിച്ചു. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ കോസ്റ്റ്ലിയാണ്. ഉണ്ടോ n × n എന്ന് വരുന്നു. ഇത് നമുക്കറിയാവുന്ന C11 C12 ഇതെന്ന് ഞാൻ പറഞ്ഞതാണ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം എത്രയേ ഉള്ളൂ, 1 × 1 2 × 2, ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം എന്നുള്ളതാണ്. ഇങ്ങനെ താഴോട്ട് C11 C12 C21 C22 ആ രീതിയിൽ നമ്മൾ കാണും. അവസാനം പോളിനോമിയൽ വാല്യൂഷൻ, ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് T ഓഫ് n അടുത്ത n-1 അങ്ങനെ ചെയ്യുന്നത്. ഇനി അങ്ങനല്ല, ബ്രാക്കറ്റിലാക്കി ഓണേഴ്സ് മെത്തേഡ് എന്ന് പറയും. ആക്കി ഞാൻ പറഞ്ഞതാണ്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഓരോന്നിനും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ കുറെ ബ്രൂട്ട് ഫോഴ്സിൽ ഉള്ളതിൽ നിന്നും ഇതിൽ വരുമ്പോഴത്തേന് ഇത് കുറെ. അതാണ് എൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് ബൈനറി എക്സ്പോണൻസിയേഷൻ. ഇത് നിങ്ങളുടെ പേജ് 55 നോക്കുക. ലീനിയർ സെർച്ച് എന്ന് പറയുമ്പോൾ A അതിന് കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. ബെസ്റ്റ് കേസ്, അതായത് സെർച്ച്ഡ് എലമെന്റ് ആദ്യം നോക്കുന്നത് തന്നെയാണെങ്കിൽ ബെസ്റ്റ് കേസ് ആയി. നോട്ട് ഫൗണ്ട് ആണ് ബിഗ് ഓഫ് എൻ, അല്ലെങ്കിൽ മിഡിലാണെങ്കിൽ ബിഗ് ഓഫ് എൻ തന്നെ വരും. അപ്പൊ ആവറേജും ബെസ്റ്റും തമ്മിൽ വലിയൊരു വ്യത്യാസം ഇല്ല എന്നതിന്റെ അർത്ഥം. ഐറ്റം പ്രസന്റ് ആണ് ബിഗ് ഓഫ് 1 എന്ന്, ഐറ്റം നോട്ട് പ്രസന്റ് ആണ് ബിഗ് ഓഫ് എൻ. ഫസ്റ്റ് കേസിൽ ബിഗ് ഓഫ് എൻ ആവറേജ് ബബിൾ സോർട്ടിൻ്റെതും ഇങ്ങനത്തെ ഈ അൽഗോരിതം പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ നോക്കാം. ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് പലതവണ പറഞ്ഞാണ്. കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ പ്രോബ്ലത്തിനെ പലതായിട്ട് സോൾവ് ചെയ്യുന്നു റിക്കർസീവ്ലി. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ബൈനറി സെർച്ച്, ആണ്. ഈ സ്ട്രാസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ കൺസെപ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കോസ്റ്റ്ലി ആണ് എന്നുള്ള ഐഡിയയിൽ നിന്നാണ് അതിന്റെ ആ കൺസെപ്റ്റ്. പിന്നെ അതെന്താന്ന് വെച്ചാല് ഇതൊരു മെയിൻ പ്രോബ്ലം ഉണ്ട്, സബ് ഉണ്ട്, എന്നിട്ട് സബിന്റെ സൊല്യൂഷൻ എല്ലാ സൊല്യൂഷനും കൊടുത്തിരുന്ന സൊല്യൂഷൻ. അതിന്റെ ഒരു പാറ്റേൺ ആണ് കാണിച്ചത്. അപ്പം ബൈനറി സെർച്ച് മിഡിലാണോ നോക്കുക, എന്നിട്ട് രണ്ടായിട്ട് നമുക്ക് നോക്കിയതാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പുറവും ഇപ്പുറവും നോക്കുന്നു. കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പർ ഇതിലേക്ക് പോകുന്നു,
കുറവാണെന്നുണ്ടെങ്കിൽ ലോവറിലേക്ക് പോകുന്നു, എന്നിട്ട് അങ്ങനെ. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇത് സോർട്ടഡ് ആയിരിക്കാം. അൽഗോരിതം നിങ്ങളുടെ ഇതിലുണ്ട്, ഇത് കാണിച്ചിട്ടുണ്ട്. പകുതിയിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ്. ലോ ഹൈ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വരണം. ലോ ഹൈ നോക്കാം. ലോ ഹൈ ഇവിടെ അടുപ്പിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഡിവൈഡ് ആൻഡ് റോൾ, അല്ല, മെർജ് സോർട്ട്. മെർജ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ സബ് അറേ ആയിട്ട് ചെയ്തിട്ട് ഓരോ സബ് അറേയും പിന്നെയും ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് നടുക്കൂന്ന് ഡിവൈഡ് ചെയ്ത് അപ്പുറവും ഇപ്പുറവും സോർട്ട് ചെയ്ത് എന്നിട്ട് സോർട്ടഡ് അറേസ് മെർജ് ചെയ്യുമ്പോൾ സോർട്ട് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഒരു സോർട്ടിങ് കഴിഞ്ഞ് രണ്ടാമത്തെ മെർജ് സോർട്ട് വരുമ്പോൾ അതിന്റെ കോംപ്ലക്സിറ്റി കുറവായിരിക്കും എന്നാണ് എന്റെ കൺസെപ്റ്റ്. ഇപ്പം ഒരു വലിയ എണ്ണത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, പിന്നെ അതിനെ നടുക്കൂന്ന് ഡിവൈഡ് ചെയ്യുക, പിന്നെയും ഡിവൈഡ് ചെയ്യുക, പിന്നെ അത് സോർട്ട് ചെയ്യുക, മെർജ് ചെയ്യുക. അതിന്റെ ഇത് പറയുന്നുണ്ട് T(n)/2. ഇത് വെച്ചുകൊണ്ട് ഒരു ഇതും പറയുന്നുണ്ട്, T(n) 2T(n)/ റെക്കസീവ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതിനെ A(T(n)/ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് A/B, A⁴ എന്ന് പറഞ്ഞാൽ ഇത് A2. അപ്പം B എന്ന് പറയുന്നത് 2, log of 2⁴ 1. കമ്പയർ f(n) വിത്ത് log എന്ന് പറയുന്നത് n. അപ്പൊ ഇത് അതിന് കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, T(n) = 2T(n)/2 + Cn. എന്നിട്ട് ഇത് B, ഇത് 2 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ A(E2), ഇതാണ് B, ഇത് 2. അപ്പൊ ലോഗരിതം ഓഫ് A⁴B, ലോഗരിതം ഓഫ് 2⁴ 1. അങ്ങനെ നോക്കി എന്നിട്ട് കുറെ കണ്ടീഷൻ പറയുന്നുണ്ട്. f(n) n⁴ log A⁴B, that is n⁴ log 2⁴2, that is n. അപ്പൊ ഇത് വെച്ച് അങ്ങനെ ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സിറ്റി ഇതാണെന്ന് പറഞ്ഞ് മാസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞ് കുറച്ച് ഫോർമുല ഉണ്ട്, അത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് സോർട്ട് ആണ് ഞാൻ പറഞ്ഞ പിവോട്ട് എലമെന്റ് വെച്ച് ഇതിൽ നിന്നും കൂടുതൽ ഉള്ളിടത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ നിന്നും കുറവുള്ളിടത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. മനസ്സിലായി? അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് 3 കൂടുതൽ ഉള്ളിടത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് എവിടാണോ കൂടുതൽ കാണുന്നത് അവിടെ നിർത്തുക, ഇവിടെ നിന്ന് എവിടാണോ കുറവ് കാണുന്നത് അവിടെ നിർത്തുക, ഇന്റർചേഞ്ച് ചെയ്യുക. ഇതേ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുന്ന പോയിന്റ് I എന്ന് പറയും, ഇവിടുന്ന് പുറകോട്ട് പോകുന്ന പോയിന്റ് J എന്ന് പറയും. ഈ I Jയേക്കാൾ വലുതാകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ പാർട്ടീഷ്യൻ എലമെന്റ് ഉള്ള ith എലമെന്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, Jth പൊസിഷനിൽ കൊണ്ട് വെക്കണം. അതായത് പാർട്ടീഷ്യൻ എലമെന്റ് 5 ആണല്ലോ, ഇതിനെ Jth പൊസിഷൻ എന്ന് പറഞ്ഞാൽ 3, 4 ഈ പൊസിഷനിൽ കൊണ്ട് വെക്കണം. എന്നിട്ട് Jth പൊസിഷനിൽ ഇരിക്കുന്ന ഈ 5നെ എടുത്ത് പിന്നെ ആദ്യം പിവോട്ട് എലമെന്റ് ഉണ്ടല്ലോ അങ്ങോട്ട് കൊണ്ട് വെക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ സോർട്ടഡ് ആകണമെന്ന് പറയത്തില്ല, പക്ഷെ ഇതിന്റെ ലെഫ്റ്റിലുള്ളതല്ല ഇതിനേക്കാൾ ചെറുതും ഇതിന്റെ റൈറ്റിലുള്ളതല്ല ഇതിനേക്കാൾ കൂടുതലുമായി. ഈ IJ എന്ന് പറയുന്ന നൊട്ടേഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ റിച്ച കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ഇത് മെർജാണ്. അതുപോലെ തന്നെ പാർട്ടീഷൻ ക്വിക്ക് സോർട്ട്, അതായത് ONയുടെ എക്സ്ട്രാ സ്പേസ് ഒക്കെ നമ്മൾ വായിച്ചു നോക്കുക. തിയറിയാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മൾ ഇതിന്റെ എല്ലാം അത് ചോദിക്കുകയാണെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനിലാണ് കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്. അപ്പൊ അത് പറ്റുന്നിടത്തോളം ഈ ഫോർമുല കൊണ്ട് ഇതിനെയൊക്കെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ്, ബിഗ് ഓഫ് n⁻³ എന്നുള്ളത് ബിഗ് ഓഫ് n⁻².8 സംതിങ് ആയിട്ട് ഇതിന്റെ ഇത് കിട്ടും. അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ഓഫ് n⁻³ എന്നുള്ളത് ബിഗ് ഓഫ് n⁻².8 ആയിട്ട് കിട്ടും. പിന്നെ DFS സ്റ്റാക്ക് വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. ഇപ്പം ABQ അല്ല, ABCD, ABBC പറഞ്ഞു. എന്നിട്ട് അടുത്ത ഇയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതി C മാറ്റി E വെച്ചു. ഇതാണ് അതിനകത്തെ ഒരു ഐഡിയ. ഇനി അതിന്റെ ഒരു സ്പാനിങ് ട്രീ ഇപ്പൊ നമ്മൾ കണ്ടു. സ്പാനിങ് ട്രീ വരച്ചിട്ടുണ്ട്, നോക്കുക. പിന്നെ FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ട് ആ രീതിയിലാണ്.
AB CD, അത് കഴിഞ്ഞ് ഫസ്റ്റ് എ മാറ്റി BCD, പിന്നെ B മാറ്റി CD. അപ്പൊ CD വന്നു കഴിയുമ്പോൾ സിയിൽ നിന്നാണ് ഇ പോകുന്നത്. CE അങ്ങനെ ഉണ്ട്. സ്പാനിങ് ട്രീ. അഡ്ജസൻസി അറിയാം. അഡ്ജസൻസി ABCD A to A 0 ആയിരിക്കും, A to B ഇവിടെ വാല്യൂസ് കൊടുക്കുന്നതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ വാല്യൂസ് കൊടുക്കാം. ഇതേ രീതിയിലാണ് A to C 0, ഇങ്ങനെ A to D, A to E, B to A, B to B 0 ആയിരിക്കും, B to C, ആ രീതിയിൽ വാല്യൂസ് കൊടുക്കുക. അഡ്ജസൻസി ഡയറക്റ്റഡ് ആണ്. A to B ഇങ്ങനെ കൊടുക്കുക. അവിടെ നോക്കുക, എന്ന് ബിയിലോട്ടുണ്ട്, ബിന്ന് സിയിലോട്ടുണ്ട്. എന്നാൽ എന്ന് ബി 1 കൊടുക്കണം, ബിന്ന് സി 1 കൊടുക്കണം. ഒരു ഗ്രാഫ് കളറിങ് അൽഗോരിതം എന്നും പറഞ്ഞുകൊണ്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇല്ല. A to A, എന്ന് ബി ഡയറക്ഷൻ ഉണ്ട്. എന്ന് സിയിലേക്ക് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നോക്കി, ഇല്ല. അതുപോലെ തന്നെ ഡിന്ന് ബിയിലേക്ക് ഡയറക്ഷൻ ഇല്ല. എനിക്ക് ഡിയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്ഷൻ ഇല്ല, 0. എന്നാൽ ബിയിൽ നിന്ന് ഡിയിലേക്ക് ഡയറക്ഷൻ ഉണ്ട്, 1. അത് മാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വെയിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസൻസിയിലെ ഇതിന്റെ വെയിറ്റുകൾ A to B ഇങ്ങനെ അഡ്ജസൻസി ലിസ്റ്റ്. ഇത് നമ്മൾ ആ ഒരു ഇത് വെച്ചൊരു പോയിന്റർ പോലെ പറയുന്നതാണ്. എയും ബിയും നോക്കാം, എയും ബിയും ഇയും നോക്കുക. എക്ക് എ ബി, അതുപോലെ ബി എ സി. ഡി എ സി എ അതുപോലെ ഇ നോക്കാം. ഡി എ ഡി. അത് ഏത് ഓർഡറിലാണെങ്കിലും കുഴപ്പമില്ല. എയിൽ നിന്ന് എയിലേക്ക് അങ്ങനൊന്നുമില്ല. ഇയിൽ നിന്ന് ഏതാണോ അത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മൾ വരച്ചിരിക്കുക. ഇത് കുറെ ലൂപ്സിന്റെ ഈ ഫിഗേഴ്സ് ഒക്കെ ഉണ്ട്, ഫോട്ടോ എടുത്തിട്ടാണ്. ഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് ഉണ്ട്, അതിന് സ്ട്രോങ്ലി കണക്ട്. അതായത് ഒരു 2 എണ്ണത്തിനകത്ത് അകത്തെ ഒരു കമ്പോണന്റ്, അതിനകത്ത് ഏത് പെയർ ഓഫ് വെർട്ടിസസ് ചെയ്യുന്നു അടുത്തടുത്തോട്ട് പോകാൻ പറ്റും. അതായത് 2 സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്, അതിന്റെ ഒരു അൽഗോരിതം ഒക്കെ ഉണ്ട്. ഇൻഡിഗ്രി എടുക്കുക. ഇൻഡിഗ്രി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന വാല്യൂസ് ആണ്. ഇവിടെ ഇൻഡിഗ്രി A0 എന്ന് കൊടുത്തു, ബിയിലേക്ക് ഇതേ ഒരെണ്ണേ വരുന്നുള്ളൂ, 1 കൊടുത്തു. ഡിയിലേക്ക് ഇതേ 2 വരുന്നുണ്ട്, 2 കൊടുത്തു. ഇങ്ങനെ അകത്തേക്കുള്ള വാല്യൂസ് എല്ലാം കൊടുത്തിട്ട് 0 ഉള്ളതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, മാറ്റും. അത് 0 ഉള്ളതിനെ മാറ്റിയപ്പോൾ ദേ ഇങ്ങനെ വന്നു. അപ്പൊ A0 ഉള്ളത് ഇങ്ങോട്ട് വെച്ചു, ബി ഇങ്ങനെ. പിന്നെ ഇനി ബി അങ്ങോട്ട് മാറ്റും, എയും ബിയും സിയും ഡിയും. അപ്പം വേണേ സിയോ ഡിയോ ഏത് വേണേ എടുക്കാം. എയും ബിയോ ഇങ്ങനെ 2 പിന്നെ എയും ബിയും സിയും ആണ്. പിന്നെ ABC ഡി എന്ന് വരും, അങ്ങനെ BCE വരും. സ്ട്രോങ്ലി കണക്റ്റഡ്. ഇതൊരു സ്റ്റാക്ക് ആണ്, ഞാൻ പറഞ്ഞാണ് 1 4 7. ഇനി അതങ്ങനെ മുമ്പോട്ട് പോയിട്ട് 1 4 7, അടുത്തത് താഴെ 9 6 3 9 6 ഇങ്ങനെ വരും. 1 4 7 1 4 7 9 3 6 പിന്നെ 8 5 2. എന്നിട്ട് അതും കഴിഞ്ഞ് അതിനെ റിവേഴ്സ് ചെയ്യും, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് ഇതുകളെ മാറ്റും. 8 2 5 ഓൾറെഡി വിസിറ്റഡ് ആയതൊന്ന് മാറ്റി, പിന്നെ അങ്ങനെ എല്ലാത്തിനെയും മാറ്റി 9 6 3 കൊടുക്കും. അതിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഡിവൈഡ് ആൻഡ് കോൺകർ. പിന്നെ ഗ്രീഡിയ.
ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതായത് എപ്പോഴും ബെസ്റ്റ് സൊല്യൂഷനെ നോക്കും. തിയറിയൊക്കെ നോക്കാം. തിയറിയൊക്കെ നിങ്ങൾ പിന്നെ വായിച്ച് നോക്കുക. ഞാൻ അതിന്റെ പ്രോബ്ലം മാത്രം ഒന്ന് നോക്കി പറയാം. സെറ്റ് ഓഫ് ടാസ്ക് സെലക്ഷന് VD അൽഗോരിതം പറയുന്നുണ്ട്. അപ്പൊ സബ്സെറ്റും ഓർഡറിങ്ങും പാരഡൈം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുണ്ടോ, ജോബ് പറയാണ് ടൈം T എന്ന് പറയും. J1 J2 J3 J4 J5 3 7 1 2. അപ്പൊ T6 തന്നെ തീരണം. 6 തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഓർഡറിൽ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് J1 3 ഇതിന്റെയൊക്കെ ടൈം പറയുന്നുണ്ട്. നോക്കാം. അപ്പൊ അത് വരുമ്പോ J3 J4 J1 എന്നൊരു ഐഡിയ കിട്ടും. J3 ആണ് ആദ്യം, അതിന് 1 കൊണ്ട് തീരും. J4 2 മിനിറ്റ് ഉണ്ട്. പിന്നെ മറ്റേത് 3. J3 J4 J1 1 2 3 കൊണ്ട് തീരണം. 6 തീരണം. ഇതിന്റെ കറക്റ്റ് ആയിട്ടൊരു ഇത് ലോക്കൽ ഓപ്റ്റിമ ഫോർമുലേഷൻ ഉണ്ട്. നാപ്സാക്കിന്റെ ഞാൻ പലതവണ പറഞ്ഞതാണ് അതിന്റെ ഫ്രാക്ഷൻ എടുക്കുന്നതിനെ പറ്റി. ഇവിടെ നമ്മൾ ആദ്യം പിന്നെ വെയിറ്റിന്റെ മാത്രം നോക്കും, പിന്നെ പ്രോഫിറ്റിന്റെ മാത്രം നോക്കും. ഇതാണ് പ്രോബ്ലം. പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടത്തക്ക വിധം, വെയിറ്റ് കിട്ടത്തക്ക വിധം, പക്ഷെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വരുന്നത് P/W നോക്കും. എന്നിട്ട് ഇപ്പൊ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ P2/W2 ആണ് ഏറ്റവും ഇതുള്ളത്. അതിന്റെ ഒരു 1 യൂണിറ്റ് നമ്മൾ ഇങ്ങെടുക്കും. അപ്പം വെയിറ്റിനെ സംബന്ധിച്ചൊരു കണ്ടീഷൻ ഉണ്ട്, 20 ആകാവുള്ളൂ. അപ്പൊ 15 എടുത്തു അല്ലെ, 15 എടുത്തു. പിന്നെ അതേ ക്രമത്തിൽ 15 എടുത്തു. 20 ആ 10 ഉണ്ട് അടുത്താണ് ഏറ്റവും കൂടുതൽ, 5 എടുത്തു. ആദ്യത്തെ എടുക്കാനില്ല, അതിന്റെ പ്രോഫിറ്റ് എടുത്തു. അതിന്റെ ഫോർമുലകളും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് വെയിറ്റ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ P/W ഇതുപോലെ തന്നെ എടുത്തു. അപ്പൊ ഇവിടെ നോക്കി P/W എന്ന് പറയുന്നത് ഇവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ 5th ആണ്. 5ാമത്തെ ഒബ്ജക്റ്റ് 6 വെയിറ്റോമീറ്റർ അതിനകത്തുണ്ട്. 6 പ്രോഫിറ്റ് ഉണ്ട് അല്ലെ, 6 പ്രോഫിറ്റ് ഉണ്ട്. അത് നോക്കാം നിങ്ങൾ. 5ാമത്തെ ഒബ്ജക്റ്റ് എടുത്തു. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ വരുന്നത് 1 ആണ്. ഒബ്ജക്റ്റ് 1 എടുത്തു. പിന്നെ അടുത്തത് ഒബ്ജക്റ്റ് 6 ആണ് വരുന്നത്. അപ്പം 5ാമത്തെയും 1ാമത്തെയും ഒബ്ജക്റ്റ് ഫുള്ളെടുത്തിട്ടുണ്ട്. 5ാമത്തെയും 1ാമത്തെയും ഫുള്ളെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം 1 2 3 അല്ലെ, 3 വെയിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് 6ാമത്തതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അപ്പൊ 5 വെയിറ്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് തന്നെ വെയിറ്റ് കൺസ്ട്രെയിന്റ് 5 ആകത്തക്ക വിധം നമ്മൾ മാക്സിമം ഇതെടുത്തു. ടാസ്ക് ഷെഡ്യൂളിംഗ് ഇതൊരു നല്ല പ്രോബ്ലമാണ്. ടാസ്ക് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ T1 T2 T3 ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിനും 1 യൂണിറ്റ് ടൈം കൊണ്ട് 3 യൂണിറ്റ് ടൈം കൊണ്ട് തീരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 1 to 2 0 to 1 1 to 2 2 to 3 ഇങ്ങനെ 3 യൂണിറ്റ് ആണ്. ഒരെണ്ണത്തിനൊരു ഇത് വേണം. ഡെഡ് ലൈൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ഡെഡ് ലൈൻ ആകോ അത് തീർന്നിരിക്കണം. അപ്പം നമുക്ക് ഏറ്റവും കുറച്ച് ഡെഡ് ലൈൻ ഉള്ളത് T4 ആണ് അല്ലേ. അപ്പം ഇവിടെ നോക്കുക, ഡെഡ് ലൈന് ഏറ്റവും കൂടുതൽ ഡെഡ് ലൈൻ, ഏറ്റവും ഇതുള്ള ഡെഡ് ലൈന്, അതായത് 0 to 1 T1 നോക്കുക, അതിന് നല്ല പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 2 to 3 T5 അല്ലെ, ഇത് ഇങ്ങനെ ഡെഡ് ലൈൻ 3 ആണ്. അപ്പൊ T5 നമുക്ക് ഏറ്റവും ഒടുവിലേക്ക് കൊണ്ടുവരാം, കാരണം 3 അതിന്റെ ഡെഡ് ലൈൻ. T1ന്റെ ഡെഡ് ലൈൻ 2 ആണ്. അപ്പൊ നമ്മൾ 1 to 2-ൽ T1നെ ഇട്ടു. അതുപോലെ തന്നെ T2ന്റെ ഡെഡ് ലൈൻ 2 ആണ്. 1 to 2-ൽ T2 ഇട്ടു. 0 to 1 T1നെ ഇട്ടു. 0 to 1 T1നെ ഇട്ടു. 1 to 2 T2നെ ഇട്ടു. പിന്നെ 2 to 3-ല് T5നെ ഇട്ടു. കാരണം എന്താ വെച്ചാൽ T5ന്റെ ഡെഡ് ലൈൻ 3 ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഡെഡ് ലൈൻ. അപ്പൊ ഈ പ്രോഫിറ്റിന്റെയും കൂടെ ബേസിലാണ് ഈ പറഞ്ഞു ഇട്ടിരിക്കുന്നത്. നല്ല പ്രോഫിറ്റ് ഉള്ളതിനെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ T2 നല്ല പ്രോഫിറ്റ് ഉണ്ട്, T1 നല്ല പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് T5 നല്ല പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ അതെങ്ങനെ എടുക്കണമെന്നുള്ളതാണ്. T1ന്റെയും T2ന്റെയും 2 ആണ്. അപ്പൊ അത് 0 1-ലും 1 2-ലുമായിട്ട് അത് രണ്ടും എടുത്തു. പിന്നെ ഇതിന് 3 ഡെഡ് ലൈൻ ഉള്ളതുകൊണ്ട് 2 3
പിന്നെ ഹഫ്മാൻ കോഡ് എന്ന് പറയും. ഹഫ്മാൻ കോഡിന്റെ ഒരു ഫിഗർ ഒക്കെ നിങ്ങളുടെ ബുക്ക് വരച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഐഡിയ ഇതാണ്. ഇതിങ്ങനെ ബൈനറി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് 7 ബിറ്റ് ആണെങ്കിൽ ഇത്രയും 700 ബിറ്റ് വേണ്ടി വരും. പിന്നെ അതിനെ നമ്മൾ 3 ബിറ്റ് കൊണ്ട് കാണിച്ചു. ഈ 3 ബിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിനെ ഇത്രയും കൊടുത്ത് 300 ബിറ്റ് ആക്കും. പിന്നെ നമ്മൾ ആ പേജ് ഉണ്ട്, അതിന്റെ ഒരു ആ ഫിഗറൊക്കെ നിങ്ങൾ നോക്കണം. ആ ഫിഗറിൽ 70, അതെങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും ചെറിയത് 2 എണ്ണം ചേർത്ത് താഴെ ട്രീ ഉണ്ടാക്കി മേള് വരച്ച്, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് 0 വാല്യൂ ആണ് നിങ്ങൾക്ക് 0, അതെ, അങ്ങനെ കൊടുത്ത് ഇതിനൊരു മൊത്തം ഒരു വാല്യൂ കൊണ്ടുവരും. ഇവിടെ നമുക്ക് നോക്കാം. പേജ് 17, 19 ഉണ്ട്, സമയമില്ല, അത് നിങ്ങൾ അത് നോക്കണ്ട. ഇത് തന്നെ, ഇങ്ങനെ തന്നെ. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ സി എന്ന് പറയുന്നതിന്റെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 100. ഇതാണ് സിയുടെ വാല്യൂ. ഡിയുടെ വാല്യൂ 101. ഈ രീതിയിലാണ്. ഇത് രണ്ടെണ്ണം ഏറ്റവും ചെറുതിന്റെ ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരിക. റെക്കറൻസിന്റെ ഇത് പറയുന്നുണ്ട് ഫോർമുല, അത് നിങ്ങൾ തന്നെ കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ശേഷിക്കുന്നത് ഡൈനാമിക്കും NP ഹാർഡ് ഇതുമാണ്. ഡൈനാമിക്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡൈനാമിക് എന്നു. ഇത് രണ്ട് വലിയ രണ്ട് എക്സാമ്പിൾസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. ഇത് നിങ്ങളുടെ ബുക്കിലും കിടപ്പുണ്ട്, ഈ സാധനം തന്നെ കിടപ്പുണ്ട്. അതായത് ഡൈനാമിക്കിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. നമ്മൾ ടാബുലേറ്റ് ചെയ്ത് വാല്യൂസ് വെക്കും. ആ ടാബുലേറ്റ് ചെയ്ത വാല്യൂസിനെ ആ ടാബുലേഷനിൽ നിന്ന് എടുക്കും. അല്ലാതെ റെക്കസീവ് ആയിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യില്ല. അപ്പൊ അത്രയും ഓവർ ഹെഡ് കുറവാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ കുറെ ഈക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. W00 Q0 എന്നൊക്കെ പറഞ്ഞ് കുറെ ഈക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഓപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീ, അതായത് കുറെ എണ്ണത്തിന്റെ കുറെ ഐഡന്റിഫയേഴ്സിന്റെ 2 if int while ഇതികളുടെ കാണാനുള്ള ചാൻസും 3311 പ്രോബബിലിറ്റി ആണ്. അതായത് ആക്ച്വൽ പ്രോബബിലിറ്റി 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. പിന്നെ കാണാതിരിക്കാനുള്ള ചാൻസും ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, രണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കാണാതിരിക്കാനുള്ള ചാൻസ്. അപ്പൊ ഇത് വെച്ച് ഈ ഈക്വേഷൻ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഇത് കംപ്ലീറ്റ് നടത്താൻ വേണ്ടി. അപ്പൊ അതിന് കുറെ ഈക്വേഷൻ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഈക്വേഷൻ വെച്ച് നോക്കുക. W00 Q0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ W00 Q0 എന്ന് പറഞ്ഞാൽ Q0 നമ്മളെ സംബന്ധിച്ച് എത്ര ആയിരുന്നു? Q0 2 ആണ്. അപ്പം നോക്കി, W00 2. അതുപോലെ തന്നെ CII 0 ആണ്, ഇതെല്ലാം 0 ആണ്. RII 0 ആണ്, ഇതെല്ലാം 0 ആണ്. R വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാല്യൂ ദാറ്റ് മിനിമൈസസ് CIJ ഇക്വേഷൻ. നിങ്ങൾ നോക്കുക, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. ഇതാണ് Q01 മിനിമൈസസ് ദിസ് ഇക്വേഷൻ. അത് കണ്ടിന്യൂ ചെയ്തു. അത് കംപ്ലീറ്റ് ഞാനത് സോൾവ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. W34 C134 ഇങ്ങനെ മുമ്പോട്ട് വരിക. R04 ഫൈനലായി 2. അപ്പൊ സെക്കൻഡ് ഐഡന്റിഫയർ ആണ് നമ്മുടെ റൂട്ട്. അവിടുത്തെ C04 എടുത്തു കഴിഞ്ഞിട്ട് C04 എവിടെ നിന്ന് വന്നെന്ന് നോക്കി അത് C24 C01 എടുത്തതാണെങ്കിൽ അവിടെ നിന്നുള്ള R24 R01 എടുത്ത് ലെഫ്റ്റിലും റൈറ്റിലും ആ ഐഡന്റിഫയേഴ്സ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യും. അവസാനം നമ്മുടെ ട്രീ ഇങ്ങനെ കിട്ടും. ഇഫ് റൂട്ടിലും ഡു ലെഫ്റ്റിലും ഇൻഡ് റൈറ്റിലും ഇൻഡിന്റെ റൈറ്റ് വായിലും ഇൻഡിന്റെ ലെഫ്റ്റിൽ ഒന്നും കാണുകയില്ല. കാണുകയില്ലാത്ത R00 അവിടെ ഏതാണ്ട് 00 ആർ വാല്യൂ 0 ആയിട്ട് കിട്ടും. അതാണ് കാര്യം. കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് n⁻3. അതേപോലെ തന്നെ ഷോർട്ടസ്റ്റ് പാത്തിന്റെ ഇത് കൊടുത്തു, വാല്യൂസ് കൊടുത്തു. വാല്യൂസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന്റെ കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ഡൈനാമിക്കിന്റെ രീതിയാണ് പറയുന്നത്. സേവ് ദി ഔട്ട്പുട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ട്രാക്കിംഗ് കൂടെ ഒന്ന് ബാക്ക് ട്രാക്കിംഗ്.
ഇതാണ് ഇതിന്റെ ഐഡിയ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു 4 ക്യൂവിനെ 4 റോയിലും 4 കോളത്തിൽ ഇതായിട്ട് വെക്കുക, ഒരു ചെസ് ബോർഡിൽ വെക്കുക. സെയിം റോയിലോ സെയിം കോളത്തിലോ ഡയഗണലോ ആയിട്ട് വെക്കരുത്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ട്രാക്കിങ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് വണ്ണും ഇത് കണ്ടോ, രണ്ടാമത്തെ ക്യൂവിനെ ഇവിടെ വെച്ചു, ഇത് ബാക്ക് ട്രാക്കിങ് ആയി. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഫിഗറിൽ ശ്രദ്ധിക്കുക, ഈ ഫിഗറിൽ ഇവിടെ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തു. X2 വണ്ണി വെച്ചു, X3 2 വെച്ചു, ഡയഗണലായി ബാക്ക് ട്രാക്ക്. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മൊത്തം ട്രീയിൽ നിന്ന് പിന്നെ ഒരുപാട് സോൾവ് ചെയ്ത് ഇവിടെ ഇതൊരു ആൻസർ ആയിട്ട് വരും, ഇതൊരു ആൻസർ ആയിട്ട് വരും. ഇവിടെ ഇതൊക്കെ ബാക്ക് ട്രാക്ക് ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഇത് കാണിച്ചിട്ടുണ്ടെങ്കിലും അൽഗോരിതം അങ്ങോട്ടെങ്കിലും പോകുന്നില്ല. നമ്പർ ഓഫ് നോട്ട്സ് കൺസിഡറബിളി റിഡ്യൂസ്. പിന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഞാൻ പറഞ്ഞു, ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിലാണ് നമ്മൾ ആ ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നത്. ലൈവ് നോഡ് ഒന്നിൽ കൂടുതൽ, ലൈവ് നോഡ് എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ലൈവ് നോഡ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിപ്പോ പലതവണ നമുക്ക് അറിയാവുന്ന LC സെർച്ച് ഒക്കെ സിമ്പിൾ ആണ്. ഇവിടുന്ന് ഏറ്റവും കുറച്ചിടത്തോട്ട് പോകുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഫിഗറുള്ള ഒരെണ്ണമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഇത് നിങ്ങൾ വായിച്ച് പറ്റുന്നിടത്തോളം ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. മനസ്സിലാകുന്നിടത്തോളം മനസ്സിലാക്കുക. പിന്നെ ഈ NP ഹാർഡ് ആൻഡ് NP കംപ്ലീറ്റ് എന്ന്. NP ഹാർഡ് NP കംപ്ലീറ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ബേസിക് ഐഡിയ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അൽഗോരിതംസ് ആർ ഗ്രൂപ്പ് ഇൻടു 2. ഫസ്റ്റ് സെറ്റ് ഓഫ് അൽഗോരിതംസ് കം അണ്ടർ പോളിനോമിയൽ കോംപ്ലക്സിറ്റി, അനദർ കംസ് അണ്ടർ എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് റിസോഴ്സസ് എടുക്കും, ഒരുപാട് ഇത് വരും. അപ്പൊ ഇതുവരെ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണത്തിന് പോളിനോമിയൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയും. പിന്നെ ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് NP അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ആണ്. ഡിറ്റർമിനിസ്റ്റിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്. അടുത്ത സ്റ്റേജ് അറിയാമെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക്, അടുത്ത സ്റ്റേജ് അറിയത്തില്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക്. NP നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ആണ്. അതിന്റെ സബ്സെറ്റ് ഡിറ്റർമിനിസ്റ്റിക്കിന് നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ സബ്സെറ്റ് ആയിട്ട് പറയും. അപ്പൊ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ് NP. നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ആണ് NP എങ്കിൽ P ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ആണ്. P ഈസ് എ സബ്സെറ്റ് ഓഫ് NP. പിന്നെ NP ഹാർഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം NP പോളിനോമിയൽ സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതുകൊണ്ട് NPയിലെ എല്ലാ പ്രോബ്ലം പോളിനോമിയൽ സോൾവ് ചെയ്യാണെങ്കിൽ NP ഹാർഡാണ്. NP ഹാർഡും NP കംപ്ലീറ്റും Pയും എല്ലാം കൂടെ വരുന്ന ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇതാണ് NP കംപ്ലീറ്റ്, NP ഹാർഡ്, P എന്ന് പറയുന്നത് NPയുടെ സബ്സെറ്റ് ആണ്. ഇത് NP ഹാർഡ്. അപ്പം NP hard. A problem is NP hard if every problem in NP can be polynomially reduced to it. പിന്നെ പോളിനോമിയൽ ഈക്വലൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഒന്നിന്റെ പോളിനോമിയൽ അൽഗോരിതം കൊണ്ടും ഒന്നിന്റെ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ടും മറ്റൊരെണ്ണത്തിനെ പോളിനോമിയൽ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ റിഡ്യൂസസ് ടു സെക്കൻഡ് എന്നും, തിരിച്ചു പറ്റുമെങ്കിൽ സെക്കൻഡ് വൺ റിഡ്യൂസസ് ടു ഫസ്റ്റ് എന്നും, അങ്ങനെയൊക്കെ കുറെ ഇതുകളുണ്ട്. അതെല്ലാം ഇതാണ്. Let A and B are two problems, then a problem A reduces to problem B if and only if there is a way to solve by deterministic algorithm that solve B in a polynomial time എന്ന് പറയും. നമുക്ക് സെർച്ചിങ്ങും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇതും കൂടെ ഒന്ന് സിമ്പിൾ ആണ്.
ഇപ്പൊ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ആണ്. ടെക്സ്റ്റ് സെർച്ചിങ് അതിലൂടെ ഒന്ന് അതായത് ഇപ്പൊ ഇവിടുത്തെ ABCDFGH എന്നും പറഞ്ഞുകൊണ്ട് DEF കണ്ടില്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുവന്നു, മാച്ചില്ല, ഉടനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി, പിന്നെ റൈറ്റിലേക്ക് കൊണ്ടുപോയി, ഇല്ല, റൈറ്റിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ച് റൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് റൈറ്റ് അല്ല, പകരം പോയിന്റർ മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ I എന്ന് പറയുന്ന പോയിന്റർ സ്ട്രിങ് ABCD പാറ്റേൺ ഉണ്ടെങ്കിൽ IJ എന്ന് പറയുന്നു. I is equal to A, J മാച്ച്, മൂവ് IJ I ഇതിന്റെ പോയിന്ററും J ഇതിന്റെ പോയിന്ററുമാണ്. ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് മിസ്മാച്ച് വരുമ്പം J ഇവിടെ വന്ന് നിൽക്കും, I അവിടെ തന്നെ നിൽക്കും. ഇതൊന്ന് നോക്കുക. എന്നിട്ട് പിന്നെ മിസ്മാച്ച് ഉണ്ടെങ്കിൽ J മൂവ് ചെയ്യുകയല്ല, IBCA വന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ J മൂവ് ചെയ്യും, I മൂവ് ചെയ്ത് F മാച്ച് എന്ന് പറഞ്ഞാൽ ABCD കാണും. സ്ട്രിങ് മാച്ചിങ് അൽഗോരിതം ഉണ്ട്, KMB അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 1 2 3 4 5 എന്ന് പറഞ്ഞു 0 എന്നൊരു വാല്യൂ ഇതിന് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ഓരോ വാല്യൂസ് നോക്കുന്നു. മിസ്മാച്ച് വരുമ്പം ഇവിടെ I is equal to C, J is equal to D, മിസ്മാച്ച് ആണ്. അപ്പം Jയിലേക്ക് B കൊണ്ടു, J points to B, which has value move to J to index. അപ്പം J എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് വരുന്നത്. മിസ്മാച്ച് വന്നപ്പോൾ J Bയിലാണ് നിൽക്കുന്നത്, I Cയിലായിട്ടും J D ആയി. അപ്പം J Bയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താ, J Bയിലേക്ക് അത് 2 ആണ്. മനസ്സിലായി? 2 ആണ്. അതാണ് ഇൻഡെക്സ് 2. ഇൻഡെക്സ് 2 ആണ്. പിന്നെ I is equal to C, പിന്നെ J+1 മിസ്മാച്ച് വന്നു, J to ഇൻഡെക്സ് 0. അപ്പോൾ ഉടനെ J ഇങ്ങോട്ട് കൊണ്ടുവന്നു, 0യിലേക്ക് കൊണ്ടുവന്നു. പിന്നെ മിസ്മാച്ച്, അങ്ങനെ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ I മൂവ് ടു റൈറ്റ്, എന്നിട്ട് അത് പ്രോസസ് ചെയ്യുക, മൂവ് ആയി അവസാനം ഒരു സൊല്യൂഷൻ കിട്ടും. എലിമിനേറ്റിംഗ് മിസ്മാച്ചസ് വി ഗെറ്റ് AG നിങ്ങളത് നോക്കി ചെയ്യാം. പിന്നെ അൽഗോരിതം ABCD എന്ന് പറഞ്ഞിട്ട് AB നോക്കുക, M is equal to 3 ഒരെണ്ണം എടുത്തു. AB കാണാൻ പറ്റും, AB ഇല്ല, മുമ്പോട്ട് പോയി വിത്ത് 4. പിന്നെ ഹാഷ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു, ഈ വാല്യൂസ് കൊടുക്കുന്നു. എന്നിട്ട് ആ വാല്യൂസ് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പം നമ്മുടെ ഹാഷ് കോഡ് ABCD ആവുന്നതനുസരിച്ച് BCയുടെ 2 + 3 + 5 = 10 എന്നാണ്. അപ്പൊ ഇതൊരിടത്തും വരാതെ വഴി ഇവിടെ മാച്ച് ചെയ്യും. പക്ഷെ ഹാഷ് കോഡ് തെറ്റായി കഴിഞ്ഞാലും അതിനാണ് സ്പീഡ് സീറ്റ് എന്ന് പറയുന്നത്. എവിടൊക്കെയാണോ ഇത് ഹാഷ് കോഡ് കറക്റ്റ് ആയിരിക്കും, ക്യാരക്ടർ കറക്റ്റ് ആയിരിക്കും. അതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാഷ് കോഡ് പവർഫുൾ അല്ല. ഹാഷ് കോഡ് പവർഫുൾ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നു, അതും കഴിഞ്ഞിട്ട് ഹാഷ് കോഡ് ഇങ്ങനെ സ്പീഡ് സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലൊരു ഹാഷ് കോഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. പിന്നെ എന്തെങ്കിലും ഇതിനകത്തൊരു പിന്നെ എന്താ പറയണ്ടത്, നിങ്ങൾക്കൊരു ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിനകത്തേക്ക് ഒന്ന് ഇത് ചെയ്യുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ടോപ്പിക്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നോക്കുന്നത് കോംപ്ലക്സിറ്റി, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഡൈനാമിക്, ഗ്രീഡി, ബാക്ക് ട്രാക്കിംഗ്. ആ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെക്സ്റ്റ് സെർച്ചിങ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റ് സെർച്ചിങ് ഒക്കെ എളുപ്പമാണ്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഇത് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് സെർച്ചിങ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുവിധം എല്ലാം ഞാൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാഫ് അൽഗോരിതം ഉണ്ട്. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ള ഏറ്റവും ഈ ടഫായിട്ടുള്ള പ്രോബ്ലം മാത്രമേ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ബാക്കി തിയറി കുറെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാനിപ്പോൾ സ്ലൈഡ് ഇപ്പം ഷെയർ ചെയ്യാം. സ്ലൈഡ് ഷെയർ ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ആ സ്ലൈഡിനകത്ത് പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആക്കാനായിരിക്കും ഗ്യാരണ്ടി. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ സിൻടാക്സ്, കാരണം സ്പീഡിൽ എഴുതുമ്പം അതിന്റെ സിൻടാക്സ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം.